ഞാനൊരു കാര്യം പറയാം, പെന്തിക്കോസുകാര് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്തോണം. പക്ഷേ സഭയിൽ വരുന്ന നീ പൗരാവകാശമില്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് ആണോ വോട്ട് ചെയ്തു, കോൺഗ്രസ് ആണോ വോട്ട് ചെയ്തു, BJP ആണോ വോട്ട് ചെയ്തു? അത് നിങ്ങളുടെ മൗലിക അവകാശമാണ്, ഇല്ലയോ? പറ നിങ്ങൾ എന്തേലും. സഭയ്ക്കകത്ത് ഇതൊന്നും പാടില്ല. സഭ ദൈവത്തിൻ്റെതാ. സ്തോത്രം. സഭ ദൈവത്തിൻ്റെതാ. അപ്പൊ ഈ തുള്ളൽ പ്രസ്ഥാനം ഉണ്ടാക്കിയത് കുഞ്ഞൻ നമ്പിയാരാ, നമ്മളല്ല. ഇപ്പൊ പക്ഷേ തുള്ളൽ പ്രസ്ഥാനമല്ല, നമ്മളും കോൺട്രാക്ട് ചുമ്മാ വന്നങ്ങ് തുള്ളിക്കുക. ഞാൻ തുള്ളലിനെതിരല്ല, നീ ഉപദേശത്തിൽ നിന്ന് തുള്ളണം. ചുമ്മാ കയറി തുള്ളരുത്. ചുമ്മാ തുള്ളിയാ നീ ഒഴയും. എന്റെ അഭിപ്രായം വചനത്തെ കൂട്ടുപിടിച്ച് പറയാ. വചനം കേൾക്കുമ്പോൾ, ഉപദേശം കേൾക്കുമ്പോൾ, ഉപദേശത്തിൽ നിൽക്കുന്നവൻ അവൻ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചോണം. ഈ വചനം കേൾക്കുമ്പോൾ, അവൻ ഉപദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ആ വിധത്തിൽ പോകുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെങ്കിൽ എന്റെ ഭാഷ പറഞ്ഞാൽ ആരെ നോക്കരുത്, എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ നൃത്തം ചെയ്തോണം. പക്ഷെ ചുമ്മാതുള്ളരുത്. ചെല്ലി വന്ന് പേടിപ്പിക്കാനുടനെ ചെല്ലി പറഞ്ഞ പ്രാർത്ഥിച്ച്. വീടിന് തെക്ക് വശത്താരാ താമസിക്കുന്നത്? ഈ പെണ്ണുങ്ങളായത് കേട്ട് കൂടുതൽ ഇളകുന്നത്. എന്തോ പാസ്റ്റ് ഇടപെടണ. അപ്പൊ ഈ വന്ന പ്രവാചകന് മനസ്സിലായി ചേമ്പ് ഈ കാലത്ത് വേകും, ഇത് വേകുന്ന കാലമാണ്. ഉടനെ ഭർത്താവ് പറയാനൊരുങ്ങി, തെക്കുപുറത്ത് താമസിക്കുന്ന ആരാന്ന് പറയാനൊരുങ്ങിയപ്പോ അമ്മ പറഞ്ഞിട്ടുണ്ടായി. പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇതിനൊക്കെ അമ്മാമ പാസ്റ്റർ അങ്ങ് പറഞ്ഞാട്ടെ, നിങ്ങളുടെ ഉയർച്ചയ്ക്കെതിരെ അവർക്ക് ഭയങ്കര അസൂയ. സ്വന്തം അനിയനാന്ന് ഓർക്കണം. ചിലത്ത് നടക്കുന്നതാ. സ്വന്തം അനിയനും കുടുംബമാണ്. പൂള് വെച്ച് കൊടുക്കുക. ഉടനെ പെണ്ണുങ്ങൾക്ക് ഇത് കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്. കാരണം അനിയനുമായിട്ട് അത്ര രസത്തില്ലാതെ ഇത് കേൾക്കും. ഉടനെ അമ്മാമ്മയുടെ ഡയലോഗ്, പാസ്റ്റർ ഞാൻ എപ്പോഴും പറയാം അവിടെ പോകരുതെന്ന് ഈ മനുഷ്യനോട്. ഇയാള് 5 മിനിറ്റ് കിട്ടിയാ നേരെ അങ്ങോട്ട്. ഇപ്പൊ കേട്ടോ, ദൈവാത്മാവ് പറഞ്ഞ കേട്ടോ. പിന്നെ അമ്മാമ്മയും പ്രവാചകനുമായി ഇണക്ക് മൊത്തം. പ്രവാചകന്റെ ഫോൺ നമ്പരും അമ്മ പഠിച്ചു. കൂടെ പാസ്റ്റർ അച്ഛൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, പ്രാർത്ഥിക്കണം കേട്ടോ. എന്തെല്ലാം അക്രമങ്ങളായി ഇതിനകത്ത് നടക്കുന്നത്. ദൈവത്തിന്റെ ജനം കനാനിലേക്കുള്ള പ്രയാണവേളയിൽ മോവാബ് സമഭൂമിയിൽ വന്ന് പാളയം അടിച്ചിരിക്കുക. നാട്ടുരാജാവാകുന്ന ബാലാക്ക് ഇവരുടെ പാളയവും പാർപ്പും പോക്കും എല്ലാം കണ്ട് പേടിച്ചു. നേരിട്ട് യുദ്ധത്തിന് ചെന്നാൽ ജയിക്കത്തില്ല. മിദ്യാനി മൂപ്പന്മാരും എല്ലാം കൂടെ ചേർന്ന് പറഞ്ഞത് സാധ്യമല്ല. കാരണം ശക്തരായ 2 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി ആ ദേശം പിടിച്ചടക്കിയായി ഇവരിഞ്ഞോട്ട് വന്നിരിക്കുന്നത്. ഓഗിനെയും സീഹോനെയും. അർണോങ്കടവ് മുതൽ യബോക്ക് വരെ പിടിച്ചെടുത്തു. ആ ദേശമെല്ലാം പട്ടണമെല്ലാം പിടിച്ചിങ്ങെടുത്തു. അപ്പോൾ ഇവരോട് നേരിട്ട് യുദ്ധത്തിന് ചെന്നാൽ ജയിക്കത്തില്ല. പിന്നെ അവര് ഏകകണ്ഠമായിട്ടൊരു തീരുമാനമെടുത്തു. ജാതീയ പ്രവാചകനാകുന്ന ബിലയാമിനെ കൊണ്ടുവന്ന് ഇവരെ ശപിക്കണം, പ്രാഗിക്കൊല്ലണം. അല്ലെ പ്രാഗി കഴിയുമ്പം ഇവരുടെ പവർ കുറയും. അന്നേരം നമുക്ക് ഇവരെ അറ്റാക്ക് ചെയ്യാം. അങ്ങനെ മെസപ്പൊട്ടോമിയയിലെ പദോരിൽ നിന്ന് ബയോരിന്റെ മകനാകുന്ന ബിലയാമിനെ കൂലിക്ക് വരുത്തുക. പ്രാരംഭത്തിൽ ചിലരെ അയച്ചു. ബിലയാം പറഞ്ഞു വരത്തില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കാട്ടെ. അപ്പോൾ ബാലാക്കിന് മനസ്സിലായി സാധാരണക്കാരെ വിട്ടത് കൊണ്ടായിരിക്കാം.
രണ്ടാമത്തെ ഘട്ടം കുറച്ചുകൂടെ മാന്യന്മാരെ സമ്മാനങ്ങളും കൊടുത്തു, ഓഫർ കൊടുത്തു. അപ്പോൾ ബിലെയാം പറഞ്ഞു, ബാലാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളി പൊന്ന് തന്നാലും എന്റെ ദൈവത്തിന്റെ പ്രമാണം കൽപ്പന വിട്ട് ഏറെയോ കുറയോ ചെയ്യുവാനോ പറയാനോ എനിക്ക് ഒക്കത്തില്ല. ഇത് പൊതുവിൽ പറഞ്ഞെങ്കിലും അകത്ത് ദ്രവ്യാഗ്രഹത്തിന്റെ കൂടായിരുന്നു. പത്രോസിന്റെ രണ്ടാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-16 യൂദ 11 കൂലി കൊതിച്ചു എന്നാ എഴുതിയിരിക്കുന്നത്. അനീതിയുടെ കൂലി കൊതിച്ചെന്ന. അപ്പോൾ ദൈവം പറഞ്ഞു, നീ എന്നാ പോയിക്കോ. 2-ാം വട്ടം പ്രാർത്ഥിച്ചു. പക്ഷെ ഈ യാത്ര ദൈവത്തിന്റെ തിരികിതമല്ലായിരുന്നു. എന്നാൽ ദൈവം അനുവദിച്ചു. അതിന് വേണേ ഇങ്ങനെ ഒരു പേര് കൊടുക്കാം, നിർബന്ധിത ദൈവഹിതം. പെന്തിക്കോസുകാർ അങ്ങനെ നിർബന്ധപൂർവമായിട്ട് ദൈവഹിതമാക്കിയെടുക്കും. അതിന് 21 ഇരിക്കും, 7 ഇരിക്കും, വെള്ളം കുടിക്കാതിരിക്കും. അതിന് ഈ സമരം ചെയ്യാന്നാ പറയുന്നത്. ഇപ്പൊ ദൈവത്തിന് ഉദാഹരണമാകട്ടോ, നിങ്ങൾ ഈ ഭൂമിയിൽ കർത്താവിന്റെ വരവ് വരെ, മരണം വരെ പാർക്കാൻ ഒരു വീട് ആവശ്യമാണ്. അത് സമയമാകുമ്പോൾ ദൈവം തരും. പക്ഷെ നമ്മൾ അതിന് മുമ്പേ ഇരുന്ന് സമരം ചെയ്ത് മേടിക്കാറുണ്ട്. സമയമാകുമ്പം ദൈവം തരും. ദൈവത്തിന്റെ സമയം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാതെ അതിന് മുമ്പേ നമ്മൾ സമരം ചെയ്ത് അതിന് നമ്മളുടനെ ചെയ്യുന്ന നടപടിക്രമമാണ് ഉപവാസം. 21 അപ്പൊ ഈ കഞ്ഞിയും വെള്ളവും കുടിക്കാതിരുന്നെങ്ങാനും ചത്തുപോയാൽ ദൈവനാമം ദൂഷിക്കും. അതിന് ദൈവം അന്നേരം അങ്ങ് കൊടുക്കും. ഉടനെ നമുക്ക് പിന്നെ ഉറപ്പായി ഇങ്ങനെ സമരം ചെയ്താൽ വീണ്ടും കിട്ടും. ഉടനെ നമ്മൾ പിന്നെ വണ്ടിക്കിരിക്കുക. വണ്ടി അതും സമരം ചെയ്യുമ്പോൾ ദൈവം ചത്തുപോയ ദൈവനാമം ദൂഷിക്കുകയല്ലേ. അപ്പൊ ഇങ്ങനെ ദൈവത്തിന് ടൈമിൽ ദൈവം തരും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ സമരം ചെയ്ത് ഓരോന്ന്. നിങ്ങളെ സെക്രട്ടേറിയറ്റിന്റെ വാതൊക്കെ ചെന്ന മുഴുവൻ ആൾക്കാരാ അല്ലേ? ചിലതൊക്കെ നടക്കുന്നുണ്ട്, ചിലതൊക്കെ നിരാകാര സമരം. അതിന്റെ ഡേറ്റും എഴുതിയിട്ടുണ്ട് ഇല്ലേ? 18-ാം ദിവസം. അപ്പൊ ചിലര് അങ്ങ് ക്ഷീണിച്ച് തളർന്ന് പൾസടി എല്ലാം കുറയുമ്പം ചുമതലപ്പെട്ടവര് നേതൃത്വത്തെ അറിയിക്കും. അവര് പെട്ടെന്ന് പറഞ്ഞു അതിന് അവര് സെക്രട്ടറി എന്നിട്ട് ആളെ അങ്ങോട്ട് വിടും. വന്ന് സംസാരിച്ച് സന്ധ്യ സംഭാഷണം പറഞ്ഞ കാര്യമല്ല ഉറപ്പാണ്, ഉറപ്പ്. ഉടനെ 2 പേര് വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. നാരങ്ങ വെള്ളം കൊടുത്തു, ക്ഷീണം മാറ്റി, ആംബുലൻസ് വന്നു, ഡോക്ടറെ കൊണ്ട് കയറ്റി അവിടെ പോയി ട്രിപ്പ് വിട്ടു. പിറ്റേന്ന് പത്രത്തിൽ പുള്ളിയുടെ ഫോട്ടോയും വന്നതും എല്ലാം കൂടെ ചേർത്ത് കാര്യങ്ങള് ഇത് തന്നെ പെന്തിക്കോസുകാർ നടത്തുന്നത്. മനസ്സിലാകുന്നില്ല. ഇത് തന്നെ ബിലെയാം ചെയ്തത്. ദൈവം പറഞ്ഞതാ പോകണ്ടെന്ന്. പുള്ളി പറഞ്ഞു ഒന്നുകൂടെ പ്രാർത്ഥിക്കട്ടെന്ന്. എന്നാലും ദൈവം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. 1-ാം ദിവസം ഒരു പ്രവാചകനെ കൊണ്ട് പ്രാർത്ഥിച്ചു നോക്കി, വീട് വെക്കണോ വെക്കണ്ട. പുള്ളി പറഞ്ഞു വേണ്ട. 2-ാം ദിവസം വന്ന പുള്ളിയെ കൊണ്ട് ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. പുള്ളി പറഞ്ഞു വെക്കണം. തലേന്ന് വന്ന പുള്ളി പറഞ്ഞ് വെക്കണ്ട. 2-ാം പ്രാവശ്യം വന്ന പുള്ളി വെക്കണം. 3-ാമത് ഒരാൾ വന്നു, പുള്ളിയോട് ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. പുള്ളി പറഞ്ഞു വെക്കുകയല്ല. കുഴയാ കിടന്ന്. ഞാൻ ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല. നിർബന്ധിത ദൈവഹിതം. ദൈവത്തിനങ്ങ് സമ്മർദ്ദം ചെലുത്തുക. എന്നിട്ട് ദൈവം പറമ്പോ അങ്ങനെ കക്ഷീനെ വിട്ടത്. അപ്പൊ ഇത് പൂർണ്ണമായ ദൈവഹിതമല്ലാഞ്ഞത് കൊണ്ട് യഹോവയുടെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് വഴിയിൽ പ്രതിയോഗിയായിട്ട് നിന്നു. ഇങ്ങേര് ദൂതനെ കണ്ടില്ല, കഴുത കണ്ടു. 3 പ്രാവശ്യം കഴുത ഒഴിഞ്ഞു. നരവെല്ലാം കഴുതിക്കിട്ട് അടിക്കുക ഇയാള്. ഈ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവൻ കഴുതിക്കിട്ട് അടിക്കും. ചുമ്മാ നിന്ന് അടിക്കുക. 3-ാമത്തെ പ്രാവശ്യം കഴുതി അങ്ങ് വീണു. അന്നേരം പിന്നെ അടിച്ചു. പത്രോസ് പറഞ്ഞു ഉരിയാടാ കഴുതയെ കൊണ്ട് ദൈവം എന്നാലെങ്കിലും ബോധം വരണ്ടേ? കഴുത സംസാരിക്കുമ്പോഴെങ്കിലും ഈ കഴുതയ്ക്ക് മനസ്സിലാകണ്ടേ? വേണ്ടേ? അന്നേരം പുള്ളി കഴുതയോട് പറയാം, എൻ്റെ കൈ വാളുണ്ടായിരുന്നു, ഞാൻ
ദൂതനും ചോദിച്ചു, എന്തിനാണ് ചുമ്മാ കരുതിക്കിട്ട് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടതിന് കരുതിക്കിട്ട് അടിച്ചിട്ട് എന്തേലും കാര്യമുണ്ടോ? സ്തോത്രം. ഉടനെ പുള്ളി പറഞ്ഞു, എന്നാ ഞാൻ തിരിച്ചു പോവാന്ന് പറഞ്ഞു. അന്നേരം ദൈവം പറഞ്ഞാൽ ഇത്ര കിലോമീറ്റർ വന്നതല്ലേ. എന്നിട്ട് ചരിത്രം പറഞ്ഞത് ഈ മെസപ്പൊട്ടോമിയയിൽ നിന്ന് ഈ മോവാബിലേക്ക് വരാൻ വേണ്ടി 20 ദിവസത്തെ വഴി ദൂരം ഉണ്ടായിരുന്ന 20 ദിവസം. ഇത് ബന്ധപ്പെട്ട 20 ദിവസത്തോളം. അതിനെപ്പറ്റി ഭൂമിശാസ്ത്രപരമായി പഠിച്ചവരും റൂട്ട് ഒക്കെ പഠിച്ചവർ പറയുന്നത് 20 ദിവസത്തോളം എടുക്കുമെന്ന്. ഏതാണ്ട് 80 മൈലോളം ഉണ്ടെന്ന്. അടുത്ത പുറത്ത് ഇത്രയും വരുന്നതിന് എണ്ണം വല്ലതും ഉണ്ടോ? തല്ലുമെല്ലാം കരുതയും മേടിച്ച് ഇയാളും പരിവക്കേടായി ദൂതനം കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു, അന്ന് ഞാൻ തിരിച്ചു പോവാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത്ര 19 കിലോമീറ്റർ വന്നതല്ലേ, അതിലും വന്നാ ഞാൻ അങ്ങോട്ട് ചെല്ല്. ഒരു കാര്യം ഞാൻ പറയുന്നതേ അവിടെ പറയാവുള്ളൂ. നാട്ടെന്നും പറഞ്ഞ പുള്ളി അവിടെ ചെന്നു. നിങ്ങളോട് ഇങ്ങോട്ട് വരികയാണ്, എനിക്ക് നിങ്ങളുടെ മുഖം കൂടെ കാണാം. അപ്പോൾ അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ കസാര എടുത്ത ചെന്നിട്ട് ഇവിടെ ഇരുന്നു. ഒരാൾ ഇവിടെയും കൂട്ടിരുന്നു. അപ്പം എൻ്റെ ഇടത്തും വലത്തും ഈ കസേര എടുത്തു മാസ്റ്റർ. അത് നമ്മൾ ആ കസേര എടുത്തുകൊണ്ട് വിടാം. മക്കൾ ഇച്ചിരിയുടെ പുറകോട്ടം ഇറങ്ങിയിരിക്കാം, ലേശം പൊടിക്ക്. ദൈവദാസൻ ഇവിടോട്ട് കൊടുത്തു. അല്ല, ആ കസേര അതാണ്, അതെടുത്തോളൂ. അവിടോട്ട് മൂലയിലോട്ടിട്ടു. മോളിഞ്ഞെടുന്നേറ്റേ മോളെ, മോളിഞ്ഞു വാ. അവിടോട്ട് എന്നിട്ട് കസേര പോത്തല്ലോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ തിരിച്ചു പോവുക. അപ്പം ദൂതം പറഞ്ഞു, വേല ഇവിടം വരെ വന്നതല്ലേ, ചെല്ല്, ഞാൻ വായി തരുന്നതേ പറയാവുള്ളൂ. അന്നേരം ഒരു ധാരണ വന്നു. അപ്പോൾ ബാലാക്ക് ചെറിയ ശാസനയൊക്കെ ശാസിച്ചു. എന്തുവാ, ഞാൻ ആദ്യം ആളിനെ വിട്ടപ്പം വരാഞ്ഞ്. പുള്ളി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു നടത്തിപ്പ്. രണ്ടാമത് വിട്ടപ്പം പിന്നെ എന്നെ വന്നേ. അന്നേരം ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ പൊക്കോളാൻ. അപ്പൊ ചോദിച്ചു, എന്തുവാ അങ്ങനെ മടിച്ചത്? ഞാൻ നിന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തരിക, എനിക്ക് എന്നെ തരാൻ കഴിവില്ലേ? അപ്പൊ പുള്ളിക്ക് മനസ്സിലായി കിട്ടപ്പോറുള്ളിടത്താ വന്ന് കയറിയേക്കുന്നത്. അപ്പൊ പറഞ്ഞ ഒരു ജാതി ഇവിടെ വന്ന് ഇങ്ങനെ പടർന്ന് കിടക്കുക, നീ അവരെ ശപിക്കണം. നീ ആരെയും അനുഗ്രഹിച്ചാൽ അനുഗ്രഹവും ശപിച്ചാൽ ശാപമാണെന്ന് കേട്ടിട്ടുണ്ട്. സമ്പത്ത് അല്ലെങ്കിൽ ദ്രവ്യം എത്ര വേണേലും തരാം, പക്ഷെ ജാതിയെ ശപിക്കണം. അങ്ങനെയൊക്കെ പെന്തിക്കോസുകാരോട് ഇടപെടുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് കാശ് കൊടുത്ത് പറഞ്ഞ് എത്ര രൂപ വേണം തരാ, ഈ ഇനത്തെ ഇവിടെ അടുപ്പിക്കരുത്. ഇവിടെ ഒരു പെന്തിക്കോസുകാരൻ വന്ന് താമസിക്കുന്നുണ്ട്, എത്ര രൂപ വേണേലും തരാ, ഏത് ചെയ്ത് വേണേലും ചെയ്തോണം, ഇവനെ ഇവിടുന്ന് നടക്കും വല്ലോ. നീ ഉമ്മ എല്ലാവരോടും കയറി ഞോടുന്നത് പോലെ ആത്മനിറവുള്ള പെന്തിക്കോസുകാരോട് ഞോണ്ടരുത്. ഞാൻ പെന്തിക്കോസുകാരെ എല്ലാരെയും പറയത്തില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവിൽ ആരാധിച്ച് വേർപാടും വിശുദ്ധിയും പാലിക്കുന്ന പെന്തിക്കോസുകാര് അല്ല, ബോർഡ് എഴുതി വെക്കുന്ന പെന്തിക്കോസ് അല്ല, ഇന്ത്യൻ പെന്തിക്കോസ്, അസംബ്ലീസ് ഓഫ് ഗാഡ്, ചർച്ച് ഓഫ് ഗാഡ്. അതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, WME, കല്ലുമല, അതൊക്കെ ബോർഡ് നല്ലതാ. ഞാൻ അവരുടെ കാര്യമല്ല ഈ പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട്, ശ്രദ്ധിച്ച് കേൾക്കണം, രക്ഷിക്കപ്പെട്ട്, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഏറ്റെടുത്ത് ആത്മസ്നാനം പ്രാപിച്ച് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ മറുഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി, അതും പോരാ, തിരുമേശയെടുത്ത് അത് രാത്രിയിലോ പകലോ എടുക്കാം, വാശി പിടിക്കരുത്. എനിക്ക് പകൽ തന്നാൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ, രാത്രിയിലൊന്നും ഞാൻ എടുക്കുകയില്ല. ഉടനെ ഒരു ഗ്രൂപ്പുകാർ ഞങ്ങൾ രാത്രി മാത്രം എടുക്കുകയുള്ളൂ. നിനക്കെല്ലാം മാട്ട അല്ല. ഇപ്പൊ എന്നാ ചെയ്യാൻ? ഇത് പകലെടുത്താലും രാത്രിയിലെടുത്താലും കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ സ്മരിക്കുകയല്ലേ.
രാത്രി മാത്രമേ ഇത് ഓർക്കാവുള്ളൂ? ഞാൻ ക്രൂശീകരണം രാത്രിയേ ഉള്ളൂ, പകലിനോട് എങ്ങാനും ക്രൂശീകരണം പറഞ്ഞാൽ എന്നാ ചെയ്യാൻ? ഇത് ഏത് സമയത്തും സ്തോത്രം. അപ്പോൾ അങ്ങനെ തിരുമേശകെടുത്ത് എല്ലാറ്റിലും ഉപരി വേർപാടും വിശുദ്ധിയും കാത്ത് അങ്ങനെ ജീവിക്കുന്ന പെന്തിക്കോസുകാർക്കെതിരെ നീ കുരുക്കൊപ്പിച്ചാൽ നീ മേടിച്ച് കെട്ടുന്നതല്ലാതെ അവർക്കൊന്നും ഏൽക്കുകയില്ല. സ്തോത്രം. നമ്മൾ ആ ഭാഗമാണ് ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ജാതി വന്ന് പരന്ന് പടർന്ന് കിടക്കുക, നീ അവരെ ശപിക്കണം, രാഗണം. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ പറഞ്ഞൊരു പുള്ളി ചെയ്തത്, ആദ്യം ബാമോത്ത് ബാലിലോട്ട് കയറി, പിന്നെ പിസ്കയുടെ സെബിമലയിൽ കയറി, പിന്നീട് പയോർമലയിൽ കയറി. ഇതെല്ലാം ഈ മോവാബിന്റെ സമീപ പ്രദേശങ്ങളാണ്. 3 ഭാഗത്ത് പോയി നിന്നു. ഈ 3 ഭാഗത്ത് നിന്നാലും താഴെ കിടക്കുന്ന ഇസ്രായേലിനെ കാണാം. അപ്പൊ ആദ്യം ബാമോത്ത് ബാലിലോട്ട് ചെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ കിടക്കുക ഇസ്രായേല്, അവരെന്ന് കിടക്കുക. 2 പിസ്കയ്ക്കിപ്പറേ സെബിമലയിലോട്ട് ചെന്നു. അവിടെ ഒന്നും നോക്കി, ശിലാഗ്രത്തിൽ നിന്ന് കാണുന്ന നോക്കി. അതിനുശേഷമായിട്ട് 3-ാമത്തെ പയോർമലയുടെ മുകളിൽ കയറി ഇങ്ങനെ നോക്കി. ഈ 3 സ്ഥലത്ത് വെച്ച് നോക്കി ശപിക്കാനായിട്ട് എന്തെങ്കിലും വരുന്നതെല്ലാം അനുഗ്രഹ വചസ്സാണ്. പ്രാകാനാ പുള്ളി ഉന്നം വെച്ച് എന്തെങ്കിലും വരുന്നതെല്ലാം അനുഗ്രഹത്തിന്റെ വചസ്സാണ്. ഞാൻ അധികം വിവരിക്കുന്നില്ല, കാരണം 9 മണിക്ക് യോഗം നിർത്തേണ്ടത് കൊണ്ട് അത് വിവരിച്ചു പോയാൽ എടുത്ത പോയി ഉദ്ദേശിച്ച കാര്യം പറയാനൊക്കത്തില്ല. അപ്പൊ ഈ 3 സ്ഥലത്ത് വെച്ച് നോക്കിയിട്ടും ഇവരെ ശപിക്കാൻ പറ്റുന്നില്ല. അനുഗ്രഹത്തിന്റെ വചസ്സാണ് ഈ പ്രവാചകന്റെ വായിൽ നിന്ന് വരുന്നത്. അങ്ങനെ വന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു ഭാഗമാ നമ്മൾ കുർവാക്യമായിട്ട് വായിച്ചത്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധിയുള്ള വേർപാടുള്ള ദൈവമക്കൾക്ക് ഒരാഭിചാരവും ഏക്കത്തില്ല. ആഭിചാരം കാണും, മന്ത്രവാദം കാണും, ക്ഷുദ്രപ്രയോഗം കാണും, ഗൂഢപ്രയോഗം കാണും, ലക്ഷണവിദ്യ കാണും, പല വിദ്യ കാണും. പക്ഷെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഇതൊന്നും ഏക്കുകയില്ല. അതുകൊണ്ട് ദൈവമക്കൾ പേടിക്കരുത്. അവിടെ കൂടോത്രമുണ്ട്, അവിടെ ഇരിക്കേണ്ട നമുക്ക് തന്നെ. അവര് ആഭിചാരം ചെയ്യുന്നത് അതിന് നമുക്ക് തന്നെ നമുക്കൊന്നുമില്ല. സ്തോത്രം. ചെല്ലി വന്ന് പേടിപ്പിക്കാനുള്ളത് ചെല്ലി പറഞ്ഞില്ല, പ്രാർത്ഥിച്ച്. വീടിന് തെക്ക് വശത്താരാ താമസിക്കുന്നത്? ഈ പെണ്ണുങ്ങളായത് കേട്ട് കൂടുതൽ ഇളകുന്നത്. എന്തോ പാസ്റ്റ് ഇടപെടണ. അപ്പൊ ഈ വന്ന പ്രവാചകന് മനസ്സിലായി, ചേമ്പ് ഈ കാലത്ത് വേകും, ഇത് വേകുന്ന കാലമാണ്. ഉടനെ ഭർത്താവ് പറയാനൊരുങ്ങി, തെക്കുപുറത്ത് താമസിക്കുന്ന ആരാന്ന് പറയാനൊരുങ്ങിയപ്പോ അമ്മ പറഞ്ഞു, ഉണ്ടായിരുന്നു പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇതിനൊക്കെ അമ്മാമ്മ പാസ്റ്റർ അങ്ങ് പറഞ്ഞാട്ടെ, നിങ്ങളുടെ ഉയർച്ചയ്ക്കെതിരെ അവർക്ക് ഭയങ്കര അസൂയ. സ്വന്തം അനിയനാന്ന് ഓർക്കണം. ചിലത്ത് നടക്കുന്നതാ, സ്വന്തം അനിയനും കുടുംബമാണ്. പൂള് വെച്ച് കൊടുക്കുക. ഉടനെ പെണ്ണുങ്ങൾക്ക് ഇത് കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്, കാരണം അനിയനുമായിട്ട് അത്ര രസത്തില്ലാതെ ഇത് കേൾക്കും. ഉടനെ അമ്മാമ്മയുടെ ഡയലോഗ്, പാസ്റ്റർ ഞാൻ എപ്പോഴും പറയാം അവിടെ പോകരുതെന്ന് ഈ മനുഷ്യനോട്. ഇയാള് 5 മിനിറ്റ് കിട്ടിയാ നേരെ അങ്ങോട്ട്. ഇപ്പൊ കേട്ടോ, ദൈവാത്മാവ് പറഞ്ഞ് കേട്ടോ. പിന്നെ അമ്മാമ്മയും പ്രവാചകനുമായി ഇണക്ക് മൊത്തം. പ്രവാചകന്റെ ഫോൺ നമ്പരും അമ്മ പഠിച്ചു. കൂടെ പാസ്റ്റർ അച്ഛൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, പ്രാർത്ഥിക്കണം കേട്ടോ.
എന്തെല്ലാം അക്രമങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. സ്തോത്രം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ലെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. നീ ശരിയായ നിലയിൽ ജീവിക്കുന്ന ദൈവഭക്തനാണെ നിനക്കൊന്ന് വേകുകയല്ല. ചില അവര് ചെയ്തതാ നിങ്ങൾ ഇവിടുന്ന് കെട്ടി ഒരാൾ ചെയ്ത ഉടനെ നമ്മൾ ഇവിടുന്ന് പോവുകയാണോ? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. അവര് ചെയ്ത ഉടനെ നമ്മൾ ഇവിടുന്ന് കെട്ടി അങ്ങനെ ആ ഇന്ത്യ അതിർത്തി പോയി ഇവനെയും കൊണ്ട് പോയി ചെയ്യേ, പാകിസ്ഥാൻകാരങ്ങ് പോട്ടെ. ഈ നമ്മുടെ ഈ ഗവൺമെന്റ് എന്ത് കോടിക്കണക്കിന് പൈസ നീ ഒരുത്തനുമായിട്ട് അങ്ങോട്ട് പോയി ചെയ്താ പോരെ? അല്ല, ന്യായമായിട്ട് പറ നിങ്ങള്. സ്തോത്രം. ഇസ്രായേലുകാർ നിന്നെ കാണാൻ അവർ കൊണ്ടുപോകും. കാരണം അവിടെ പലസ്തീൻകാർ അങ്ങോട്ട് നുഴഞ്ഞു കയറുക. നീ അവിടെ ചെന്ന് അവിടെ ചെന്ന് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവർ പറയും നിന്നെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങള്. പിന്നെ ഫ്രീ ടിക്കറ്റ്, ഫുഡ്, അക്കോമഡേഷന് എല്ലാം എപ്പോൾ വേണേലും ഇന്ത്യയിലോട്ട് വരികയും പോവുകയും. അവരെന്ത് കിടന്ന് ബുദ്ധിമുട്ടുക. അല്ല, ചെയ്യുവാനൊക്കെ അങ്ങനെ ആണെങ്കിലേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിക്കുന്ന ദൈവപൈതലിന് ഒരാഭിചാരവും ഏക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പേടിപ്പിക്കാനും നിങ്ങളെ ഇളക്കാനൊക്കെ അത് ഇതൊക്കെ പറഞ്ഞു ഇളകരുത്. കർത്താവിന്റെ ഉള്ളം കൈയിലാണ് നമ്മൾ. യോഹന്നാന്റെ സുവിശേഷത്തിൽ അങ്ങനെ അവിടുത്തെ കയ്യിൽ നിന്ന് ആരാ നമ്മളെ പിടിച്ചോണ്ട് പോകുന്നത്? അതിന് കഴിവുള്ള ഒറ്റ ഒരുത്തനുമില്ല. കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ, കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ, ഒരുത്തനും പിടിച്ചു വേർപിരിക്കുവാൻ കഴിഞ്ഞിട. വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയം നിടാ. വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയം നിടാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഓ, ഇത്ര ശ്രേഷ്ഠനാഥൻ എന്റെ മിത്രമായി ഭവിച്ചുക. ഇത്ര ശ്രേഷ്ഠനാഥൻ എന്റെ മിത്രമായി ഭവിച്ചുക. ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്നു ഞാനിതാ. അപ്പൊ ശ്രദ്ധിക്കുക, ഞാനും നിങ്ങളും കർത്താവിന്റെ ഉള്ളം കൈയില്ല. അവിടുത്തെ ഉള്ളം കൈയിലിരിക്കുന്ന എന്നെയും നിന്നെയും പിടിച്ചു പറിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒറ്റയൊരുത്തനും ഉണ്ടാകുകയില്ല. പക്ഷെ ഉള്ളം കൈയിലായിരിക്കണം. തിങ്കൾ മുതൽ ശനി വരെ വേറെ കയ്യിൽ പോയിരുന്നേച്ച് ഞായറാഴ്ച കർത്താവ് നിന്റെ കരങ്ങളിലേക്ക് എന്നെ, അത് നടക്കുകയല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? ആട്ടെ, അപ്പോൾ ബിലെയാം അനുഗ്രഹത്തിന്റെ വചസ്സായി പറയുന്നത്. അങ്ങനെ ബാലാകിനോട് പറയാ, നീ എന്നെ ശപിക്കാൻ പറ്റുക, പക്ഷെ ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. അപ്പൊ ഇന്നത്തെ ചെറിയ വിഷയം, ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. അതിന്റെ കാരണങ്ങളാണ്. സ്തോത്രം. അതിന്റെ കാരണം, ഈ ദൈവജനത്തിന് ആഭിചാരം പറ്റാത്തതിന്റെ കാരണങ്ങൾ ഞാൻ ആ സംഖ്യാപുസ്തകത്തിലെ വിഷയത്തോട് ബന്ധപ്പെട്ടായിരിക്കും ഇന്ന് പറയുന്നത്. ആ ഭാഗത്തിൽ ഇസ്രായേലിന് ആഭിചാരം പറ്റാത്തതിന്റെ കാരണം, ഒന്നാമത്തെ കാരണം 22-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ദൈവം ബിലെയാമിന്റെ അടുക്കൽ വന്ന്, നിന്നോട് കൂടെയുള്ള ഈ മനുഷ്യർ ആരെന്ന് ചോദിച്ചു. ബിലെയാം ദൈവത്തോട്, ഒരു ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കുക. അതിന്റെ 23-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. 23-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ശിലാഗ്രഹങ്ങളിൽ നിന്ന്
ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ആഭിചാരം ഇവർക്ക് പറ്റാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം വേർപാട് പാലിക്കുന്നവരാണ്. പെന്തിക്കോസുകാര് വേർപാട് പാലിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് സകല കേസിനകത്ത് ഞാൻ ഇടപെടുക. പാർട്ടിയുടെ പരിപാടി വെച്ചാൽ അവിടെയും പോകും. അന്നേരം കളർ ഷർട്ടാ, സഭയെ വരുമ്പോ വെള്ള ഷർട്ട്. അത് കോൺഗ്രസിന്റെ പരിപാടിക്ക് അന്നേ കവർ ഇട്ടുകൊണ്ട് പോകും. കമ്മ്യൂണിസ്റ്റുകാരുടെ അന്നേ വെള്ള ചുമന്നലായി, വെള്ളക്കകത്ത് ചുമന്നലായി. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? മനസ്സിലാകുന്നില്ല? BJP-യുടെ പരിപാടിക്കാണ് വിളിക്കുന്നെങ്കിൽ അതിനുണ്ടല്ലോ ഡ്രസ്സ്. ഏത് പാർട്ടി വിളിക്കും അത്. പണ്ട് ഈ രാമക്ഷേത്രത്തിന്റെ അവിടെ പ്രശ്നം നടന്നല്ലോ, അയോധ്യ പ്രശ്നം. ഇപ്പോഴല്ല, പണ്ട്. അപ്പൊ അതെല്ലാം പരിഹരിച്ചവര്. പ്രശ്നം നടന്നപ്പോ എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് രസകരമായിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പുള്ളി അവിടെ താമസിക്കുന്നത്. ഞാൻ ചോദിച്ചു, എങ്ങനെ അവിടെ അത്ര നാളും പിടിച്ചു നിന്നത്? പുള്ളി ബന്ധുക്കോസുകാരനൊന്നും അല്ല, ഒരു നല്ല മനുഷ്യനാ, നല്ല പുള്ളിയുടെ രീതി അതാ. എങ്ങനെ പിടിച്ചു നിന്നെന്ന് ചോദിച്ചു. ഞാൻ പിടിച്ചു തന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെ പിടിച്ചു? ഞാൻ രാവിലെയൊക്കെ ജോലിക്കൊക്കെ പോകുക, അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യും, എല്ലാം ഞാൻ ചെയ്യാം. എങ്ങനെ? ഞാൻ ജിബ്ബായാണ് ഇടുന്നത്. അത് ഞാൻ പറഞ്ഞു, എനിക്കറിയാം ജിബ്ബായാന്നല്ലോ, അരക്കയ്യും ജിബ്ബ. അതിനകത്ത് ഞാൻ ബനിയനുണ്ട്. ഞാൻ ഈ പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഈ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ, പുസ്തകത്തെ മൊത്തം ഇടുന്ന കറുത്ത റബ്ബർ ബാൻഡ്, കട്ടിയുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അത് 4-5 എണ്ണം ഉണ്ട്. ഞാൻ ചോദിച്ചു, അതെന്തിനാ? അത് പറഞ്ഞു തരാം. ഞാൻ ഇറങ്ങുമ്പം ഇവിടെ ശ്രീരാമന്റെ ഒരു ഫോട്ടോ ഫിറ്റ് ചെയ്യും, നേരെ പുറകെ മോസ്കിന്റെ ഒരു പടവും. BJP-ക്കാരാ വരുന്നെങ്കിൽ നേരെ പൊക്കും, മുസ്ലിങ്ങളാ വരുന്നെങ്കിൽ തിരിഞ്ഞ് വെച്ച് പൊക്കും. എങ്ങനുണ്ട്? നല്ല ബുദ്ധിയല്ലേ? വിശ്വസിക്കാൻ പറ്റുമോ? സകല കേസിനകത്ത് നീ എന്ന് ഇടപെടുക. ഞാനൊരു കാര്യം പറയാം, പെന്തിക്കോസുകാര് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്തോണം. പക്ഷേ സഭയിൽ വരുന്ന നീ പൗരാവകാശമില്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് ആണോ വോട്ട് ചെയ്തു, കോൺഗ്രസ് ആണോ വോട്ട് ചെയ്തു, BJP ആണോ വോട്ട് ചെയ്തു? അത് നിങ്ങളുടെ മൗലിക അവകാശമാണ്, ഇല്ലയോ? പറ നിങ്ങൾ എന്തേലും. സഭയ്ക്കകത്ത് ഇതൊന്നും പാടില്ല. സഭ ദൈവത്തിൻ്റെതാ. സ്തോത്രം. സഭ ദൈവത്തിൻ്റെതാ. സകല കേസിനകത്തും പോവുക. സമുദായത്തിന്റെ പരിപാടി കൊണ്ട് അതിനും പുള്ളി ഭദ്രദീപം തെളിക്കാൻ. നോക്കിയപ്പോ നമ്മുടെ പുള്ളിയല്ലേ ഇരിക്കുന്നത്, ആ പുള്ളി എല്ലായിടത്തും ഉണ്ടല്ലോ. നിന്നെ ഷാജു ചപ്പു, നാടൻ ഭാഷ പറഞ്ഞു. ഇനി എന്നാ ചപ്പാനാ? ചപ്പി ഇല്ല, പണ്ട് പഴമാങ്ങ നമ്മള് പഴമാങ്ങയുടെ അറ്റത്തിന്റെ അവിടെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കടിച്ചെടുക്കുമ്പോ കണ്ടിട്ടില്ലേ അതിന്റെ അറ്റ ഓഞ്ഞിരിക്കുന്നത്? നിന്നെ എന്നാ ചപ്പാന? എന്നാൽ വേർപാട് പാലിക്കുന്ന ദൈവമക്കൾക്ക് ആഭിചാരം പറ്റുകയില്ല. ദൈവമക്കൾ എല്ലാ വിഷയത്തിലും വേർപാട് പാലിക്കണം. ആരാധനയിൽ വേർപാടുണ്ടായിരിക്കണം. നടപ്പിലും എടുപ്പിലും കൊടുപ്പിലും ഉടുപ്പിലും പോക്കിലും വരവിലും സംസാരത്തിലും ചെയ്തികളിലും പ്രവൃത്തികളിലും മുഴുവൻ വിഷയത്തിലും ദൈവമക്കൾ വേർപാട് പാലിക്കണം. ഞായറാഴ്ച ഹോളി വരുമ്പോ മാത്രമല്ല വേർപാട്.
ഞായറാഴ്ച പുൽപ്പിറ്റ് നമ്മുടെ പാസ്റ്റർ മുഴുത്തൊരു ജിപ്പായിട്ടുണ്ട്. ഓണക്കളിക്കും പുള്ളി അവിടെ ഉണ്ട്. ക്ലബിന്റെ പരിപാടിക്ക് പാസ്റ്റർ വേണം പ്രാർത്ഥിച്ച് കബഡി കളി. സ്തോത്രം. നീ വേർപാട് പാലിക്കണം. ഈ വേർപാട് പാലിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് മിണ്ടാതിരിക്കുന്നതല്ല. അങ്ങനെ ചിലക്ക് ധാരണയുണ്ട്. വേർപാട് ആരോടും മിണ്ടുകയില്ല, ഇടിച്ചാൽ പോലും മിണ്ടുകയില്ല. എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? നിനക്ക് വട്ട. എടാ, വേർപാടെന്ന് പറഞ്ഞ ആരോടും മിണ്ടാതിരിക്കുന്നതല്ല. അയലത്തുകാരോട് മിണ്ടണം, സഹോദരങ്ങളോട് മിണ്ടണം, ചാർച്ചക്കാരോട് മിണ്ടണം, ഒരുത്തരോടും മിണ്ടാതിരിക്കരുത്. സകല മനുഷ്യരോട് സമാധാനം ആചരിച്ച് തുതികൾ, അങ്ങനെ പ്രമാണം. ഈ വേർപാടെന്ന് പറഞ്ഞാൽ തമ്മി മിണ്ടാതിരിക്കോ വിളിക്കോ പറയോ ഇരിക്കുന്നില്ല. പല ആചാരങ്ങളും പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് പാടില്ല. അതിൽ നിന്ന് വേർപാട് വേണം. ഇതാ 28 കെട്ടിനും പോകും, മാമോദിസയ്ക്കും പോകും, ആണ്ടിയാത്തത്തിനും പോകും, അടിയന്തരത്തിനും പോകും, സകല കേസിനകത്തും ബർത്ത്ഡേ ആഘോഷിക്കും, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കും, സപ്തതി ഷഷ്ടി മുഴുവൻ ആഘോഷിക്കും. ചർച്ചിലും വരും, ഈസ്റ്റർ ആഘോഷിക്കും, ക്രിസ്തുമസിന് അന്നൊരു പരസ്യയോഗം, വേറെ ഒരു ദിവസവും പരസ്യയോഗം. ഡിസംബർ 24-ാം തീയതി പാതിരാത്രിക്ക് ഒരു ടെമ്പോയ്ക്കകത്ത് 2 തമ്പേറും, വേറൊരു ദിവസം വേറെ ഈ 365 ദിവസം 364 ദിവസവും പരസ്യവും നടത്താൻ അന്ന് മാത്രം ഒരു ആത്മഭാരം. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ. വേർപാട് പാലിക്കണം. ഇത് ക്രിസ്തുമസ് കേക്കും തിന്ന് ആരാണ്ട് കൊണ്ട് കൊടുത്തതാണ്, കാശ് കൊടുത്ത് മേടിച്ചല്ല. അന്നത് കിട്ടിയവൻ പറയട്ടെ, അയ്യോ ഞങ്ങൾ ഇത് ഉപയോഗിക്കുകയല്ല. കേക്ക് ഉപയോഗിക്കും, ഈ ചടങ്ങ് ഞങ്ങൾക്ക് പറയണ്ടേ, അത് മുറിച്ചങ്ങ് കവള് നിറച്ച് തിന്ന് വെച്ചോണ്ടോ. വേർപാടുമില്ല, യാതൊരു പ്രമാണവുമില്ല. ഈശ്വരും ആഘോഷിച്ചു, അപ്പോ താറാവ് കയറി, മൂക്ക് മുട്ട തിന്നു. വേർപാടില്ല. അവർ ആദ്യകാല പൊങ്കാലയ്ക്ക് പോയി അതിന്റെ കൊണ്ട് തന്നു, അതും തിന്നു. സ്വത്രത്തോട് കൂടി ഭക്ഷിക്കുന്നെങ്കിലും ഒന്നും അങ്ങനല്ലേ വാക്യം. മനസ്സിലാകുന്നുണ്ടോ? വേർപാട് പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഓണം ഉണ്ണാനായിട്ട് ക്ഷണിച്ചു. നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കില്ല. അന്ന് നമ്മുടെ സഭയിൽ ഉപവാസ പ്രാർത്ഥന. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ആ ഓണത്തിന്റെ ദിവസം തന്നെ അത് വെക്കുന്നതാണ്. പിള്ളേർ വേറെ വഴി കൂടെ പോവുകയും ചെയ്യും. അവിട്ടവൻ ചതകം പൂരിട്ടാതി ഉത്തിട്ടാതി രേവതി ഉപവാസ പ്രാർത്ഥന വല്ല കാര്യമുള്ള കാര്യമാണ്. അന്ന് തന്നെ ഉപവാസ പ്രാർത്ഥന. കൊച്ചങ്ങൾ അന്നേരം അന്ന് തന്നെ പിന്നെ ചിലർ വെക്കുന്നത് അവധിയുള്ള ദിവസങ്ങളായതുകൊണ്ട് എല്ലാവർക്കും കൂടെ കൂടാന്നൊക്കെ പറഞ്ഞ ആര് ഉപവസിക്കാണ്. അന്നേരം ഓണത്തിന് വരുമ്പോ അനിയത്ത് ക്ഷണിച്ചു. ഉടനെ പിള്ളേരുമായിട്ട് അങ്ങോട്ട് പോയി. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയില്ല. അവിടെ പോയി ഉപ്പേരി പിന്നെ ഉണ്ടല്ലോ ശർക്കര പുരട്ടി, നല്ല ടേസ്റ്റ് ആയിരുന്നു ശർക്കര പുരട്ടി കേട്ടോ. എല്ലാം തിന്ന് നടക്കുക. മനസ്സിലാകുന്നുണ്ടോ? വേർപാട് പാലിക്കണം. സ്തോത്രം. വേർപാട് പാലിക്കണം. അപ്പൊ ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം അവര് വേർപാട് പാലിക്കുന്നവരാണ്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ലെന്ന. ദൈവമക്കൾ എല്ലാ ഇടങ്ങളിൽ എവിടെ പോയാലും വേർപാടുണ്ടായി. അതിന് ഉദാഹരണമായി യോസേപ്പ് ചേട്ടന്മാരും എല്ലാം കൂടെ അടുക്ക വന്നപ്പോൾ യോസേപ്പ് പറഞ്ഞു, നമ്മൾ നാളെ പറവോനെ കാണാൻ പോവുക. അപ്പം പറവൻ ലോകിയൊക്കെ ചോദിക്കും തൊഴിൽ എന്നാന്ന് ചോദിക്കും. തൊഴിൽ
എന്നാലും നിങ്ങൾ സത്യം അങ്ങ് പറയണം. ഞങ്ങളുടെ പിതാക്കന്മാരും എല്ലാം ബാല്യം മുതൽ ഗോപാലകന്മാരാ, കന്നുകാലികളെ മേയിക്കുന്നതാ ഞങ്ങളുടെ തൊഴില്. ഇത് പറഞ്ഞ അത് യോസേപ്പ് മനഃപൂർവ്വം പറയിപ്പിച്ചതാ. കാരണം ഇടയന്മാര് മിസ്രൈമർക്ക് വെറുപ്പാണ്, അവരുമായിട്ട് ഒന്നിച്ച് ഭക്ഷണം പോലും കഴിക്കത്തില്ല. അപ്പൊ അത് യോസേപ്പിന് അറിയാം ഇവിടുത്തെ രീതി. അപ്പൊ ഇടയന്മാരാന്ന് പറയുമ്പോ പിന്നെ മിസ്രൈമര് ഇവരുമായിട്ട് വലിയ സമ്പർക്കത്തിന് പോകുക. അപ്പൊ ഇവര് സ്പെഷ്യൽ കേസായിട്ട് അവിടെ നിന്നോളും. ഇത് പറയാതിരുന്നാൽ അവരിവരും കൂടെ ഇടപെട്ട് അതേതാ ഇതേതാന്ന് പിന്നെ കുറെ നാൾ കഴിഞ്ഞാൽ അറിയത്തില്ല. ഒരു 50 കൊല്ലം, ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ഏതാ മിസ്രൈം ഏതാന്ന് അറിയാതിരിക്കും. ഇപ്പൊ അങ്ങനല്ലേ, പെന്തിക്കോസ് ഏതാ സമുദായം ഏതാ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. സഭയെ വന്നില്ല, അയ്യോ പെന്തിക്കോസിലായിരുന്നല്ലേ, പിന്നെ നമ്മളെ ടൗണിൽ വെച്ച് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. ഓ അത് തിയേറ്ററിൽ പോയപ്പോഴും ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആൾക്കാർക്കും ഇപ്പൊ അതാ ഇഷ്ടം, ആരും അറിയാതെ പമ്മി നടക്കണമെന്നാണ്. വേർപാട് പാലിക്കണം. ഒരു ദൈവ പൈതൽ എവിടെ പാർത്താലും വേർപാട് പാലിക്കണം. സ്തോത്രം. എല്ലാ വിഷയത്തിലും വേർപാട് വേണം. വസ്ത്രധാരണത്തിൽ വേർപാട് വേണം. നമ്മുടെ വസ്ത്രധാരണം കാണുമ്പോ അറിയാം ഇത് ബന്ധുക്കോസാണ്, അറിയണം. പഞ്ചാബികളെ എവിടെ വെച്ച് കണ്ടാലും പിടികിട്ടും, എങ്ങനെ അറിയാം? പറ. പഞ്ചാബി സഹോദരന്മാര് കേരളത്തിൽ വന്നാലും അറിയാം അത് പഞ്ചാബിയാണ്. പഞ്ചാബിയാണെന്ന് പറഞ്ഞ് നടക്കുകയാണോ? ആണോ? അല്ല, ഒറ്റ നോട്ടത്തിൽ പിടികിട്ടെ പഞ്ചാബിയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ പാലിക്കുന്ന മുസ്ലിം സ്ത്രീകളെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. നമ്മളിപ്പോ തർക്കത്തിനും മാനത്തിനുമല്ല, ഞാനതിന് ഉദാഹരണം പറയാം. ഞാന് ദൈവകൃപയിൽ ശരണപ്പെട്ട് പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ വിമാനത്തിലൊക്കെ കയറുമ്പോൾ അവരെ കണ്ടാലറിയാം. വിമാനത്തിൽ ഇരുന്നാലും അമേരിക്കക്കൊക്കെ പോകുമ്പം മുസ്ലിം സ്ത്രീകൾ വിമാനത്തിലുണ്ട്, അവരെ അറിയാം. എങ്ങനെ അറിയാം? പറ. നമ്മുടെ സഹോദരിമാരെ കണ്ട എയർപോർട്ടിൽ വെച്ച് ഒരു പാൻറ്റും വലിച്ചു കെട്ടി ഒരു മിടി ഇട്ടേച്ച് ഒരു ബനിയൻ ഇട്ടുകൊണ്ട് തള്ളയല്ലേ അല്ല. മനസ്സിലാകുന്നില്ല. അവരെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. ലണ്ടൻ പട്ടണത്തിൽ ചെന്നപ്പോഴും അവരെ കണ്ടപ്പോ അറിയാം. ഞാൻ ഉദാഹരണമായി പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ഒരു ദൈവ പൈതലിനെ എവിടെ വെച്ച് കണ്ടാലും ഈ മുസ്ലിം സ്നേഹിതന്മാര് അല്ലെ പള്ളിയിലെ ചുമതല വഹിക്കുന്നവരെ എവിടെ വെച്ച് കണ്ടാലും മനസ്സിലായില്ലേ? ആ തലയെക്കെട്ടും ആ വസ്ത്രധാരണവും എന്നാലും നമ്മൾ മനസ്സിലാക്കിയത് ഉസ്താദാണ്. അതാ ഉസ്താദിനെ എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ ഉസ്താദന്മാരെയോ, നമ്മുടെ എല്ലാം ഉസ്താദന്മാരാ. ചുമ്മാ നടക്കുന്നതിന് ഒറ്റ രാത്രി കൊണ്ട് ഉസ്താദാകുക. ഉറങ്ങാൻ കിടന്നപ്പോ ഒരു കുഴപ്പമില്ല, നേരം വെളുത്തപ്പോ പാഷ പുള്ളി പാഷ. എവിടുത്തെ പാഷ? പുള്ളി പാഷ. എവിടുത്തെ പാഷ? അവന്ന് ചോദിക്കണ്ട പാഷ. ഏത് പാഷ? തന്നെ തന്നെ അങ്ങ് പാഷ ആകുക. ഈ എല്ലാരും കയറി പാസ്റ്റർ എന്ന് വിളിക്കരുത്. മീശ പഠിച്ചതെല്ലാം പാസ്റ്റർമാരില്ല. അങ്ങനെയാണ് നമ്മൾ കേക്കർനാഥനെ മാജ്ബായി എല്ലാം പാസ്റ്റർ എന്ന് വിളിക്കണമായിരുന്നു. മീശ പഠിച്ചവരില്ലായിരുന്നു. വെള്ളവസ്ത്രം ധരിച്ചത് കൊണ്ട് പാസ്റ്റർ ആകുകയല്ല. ഒരാൾ വെള്ള ഷർട്ട് ഇട്ടാണോ? മീശയില്ല, വെള്ള ഷർട്ടില്ല. പക്ഷേ അവൻ ഇതെന്നാന്ന് പോലും അറിയാൻ മേല. പക്ഷേ ദൈവമക്കളോടാ പറയുന്നത്, കേൾക്കുന്നവരോടെല്ലാം പറയുക. ചുമ്മാ കയറി പാസ്റ്റർ എന്ന് വിളിക്കരുത്. ചോദിക്കണം, ചേട്ടാ എന്തോ ചെയ്യാ? അന്നേരം ചിലപ്പം പറയാം ഞാന് പാസ്റ്ററാന്ന് ചെല്ല് പറയും. ഏത് സഭയാ? ഉപദേശൈക്യമുള്ള സഭയാണോ എന്ന് പറഞ്ഞാൽ രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവ്, വേർപാട്, വിശുദ്ധ ജീവിതം, തിരുമേശ,
അപ്പോസ്തലിക ഉപദേശം അത് വിശ്വസിക്കുന്ന ആളാണോ? അപ്പം പറയാം അതെ. അതെ, അങ്ങനെ വിശ്വസിക്കുന്ന ഏത് കൂട്ടായ്മയിലാണ് നിൽക്കുന്നത്? ഞാൻ ഇന്ന കൂട്ടായ്മയില്. ആട്ടെ, എവിടെയെങ്കിലും വേറെ പുസ്തകം പഠിച്ചതാണോ? ഒന്നെങ്കിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചതാണോ, അല്ലെങ്കിൽ സീനിയർ പാസ്റ്ററുടെ കൂടെ ഒരു 4-5 കൊല്ലം കണ്ടും കേട്ടും ഒക്കെ പഠിച്ചതാണോ? പറഞ്ഞ പഠിച്ചതാ. ഏത് പാസ്റ്ററുടെ കൂടാ? അവൻ പറയാം അവൻ ഇന്നയാള്. ആട്ടെ, ഇപ്പൊ എത്ര വർഷമായി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട്? ഞാനിപ്പോ 15 കൊല്ലമായി. ആട്ടെ പാസ്റ്ററെ, മുമ്പ് ചേട്ടാന്ന് വിളിച്ചത് ക്ഷമിക്കണം പാസ്റ്ററെ. മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാ ഇങ്ങനെ പാസ്റ്ററെ ഉണ്ണി അവന് സ്തോത്രം, ഇവന് പുസ്തകക്രമം പോലും അറിയാമല്ല ഭാഷ. ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരിക. ചുമ്മാ കയറി എല്ലാവരും കൊച്ചുങ്ങളെല്ലാം കയറി പാസ്റ്റർ എന്ന് വിളിക്കരുത്. കൊച്ചു പാസ്റ്റർ, അങ്ങനെ ഒരു പാസ്റ്റർ ഉണ്ടോ വേദോത്തത്തിൽ? കൊച്ചു പാസ്റ്റർ, മറ്റേ അത് വലിയ പാസ്റ്റർ. വലിയ മൂപ്പനും കൊച്ചു മൂപ്പനും ഇല്ല, കൂട്ടുമൂപ്പൻ എന്നാ എഴുതിയേക്കുന്നത്. വലിയ മൂപ്പനും കൂട്ടുമൂപ്പൻ. അതുകൊണ്ട് എല്ലാവരും കയറി പാസ്റ്റർ എന്ന് വിളിക്കരുത്. പിന്നെ ഞങ്ങളുടെ റാന്നിയിലെ കുഞ്ഞുമണിച്ചാൻ ഒരാൾ വിളിച്ചത് തോസൂട്ടിയെ. അവിടെ പുള്ളി പറഞ്ഞു, അച്ഛാ ഞാൻ പാസ്റ്ററാന്ന്. കുഞ്ഞുമച്ചാൻ നല്ല പൊള്ളിച്ച് പറഞ്ഞു, എടാ ഞാൻ നിന്നെ പാസ്റ്റർ എന്ന് വിളിച്ചാൽ ഞാൻ പിന്നെ പാസ്റ്റർമാരെ എന്നാ വിളിക്കും? ഞാൻ നിന്നെ പാസ്റ്റർ എന്ന് വിളിച്ചാൽ ഞാൻ പിന്നെ പാസ്റ്റർമാരെ എന്നൊക്കെ മനസ്സിലായി കാണും. സ്തോത്രം. ആട്ടെ, ദൈവമക്കൾ ശക്തമായ വേർപാട് പാലിക്കണം. വേർപാട് പാലിക്കും. ഇപ്പം പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സഭയിൽ ഒരു കൊല്ലം ഒന്നും നിൽക്കണ്ട. 2 പാട്ടും പാടി 3 മറുഭാഷയും പറഞ്ഞ ഓർഗൻ വായിക്കുന്ന ട്യൂണിലൊരു മറുഭാഷ. ഹല്ലേലൂയ, ട്യൂണ് വരികയല്ലേ? നമുക്കത് കേൾക്കുമ്പോൾ അറിയാം ഇത് ആത്മാവിലൊന്നുമല്ല, ഇവൻ ഇതിന് ട്യൂണിൽ അങ്ങ്. മനസ്സിലാകുന്നില്ലല്ലേ? മനസ്സിലാകാഴിയൊന്നുമില്ല, നിങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ എന്നോട് കയറി കൊമ്പ് കൊടുക്കാത്തതാണെന്ന് എനിക്കറിയാം. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ദൈവമക്കൾ ശക്തമായ വേർപാട് പാലിക്കണം. അപ്പൊ യോസേഫ് പറഞ്ഞു, ഈ കന്നുകാലികളെ മേയ്ക്കുന്നതെന്ന് പറഞ്ഞേക്കണം. ഇടയന്മാരാന്ന് പറഞ്ഞു. ഇടയന്മാര് വെറുപ്പാ. അത് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇവിടെ തങ്ങണ്ട, ഗോശൻ ദേശം എടുത്തോളാൻ സെപ്പറേറ്റ് ആക്കി. അതുകൊണ്ടാണ് ഈ ബാധ വന്നപ്പോ അവിടെ ഏറ്റത് ഇവിടെ ഏക്കാഞ്ഞതും. അങ്ങനെ നിന്നത് കൊണ്ടാണ് ഒറ്റയടിക്കെല്ലാം പോന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനിടെ കഴിഞ്ഞ് തപ്പി നടക്കുമൊന്നും വേണ്ട, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആബിഗേലും യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം വേർപാട് പാലിക്കണം. നീ ഏത് ദേശത്തും ഏത് രാജ്യത്തും ഏത് സ്ഥലത്ത് പാർത്താലും വേർപാട് പാലിക്കണം. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന അപ്പുറത്തെ വീട്ടിൽ അവര് നമുക്ക് നേർച്ച സാധനം കൊണ്ട് തന്നു. അവര് സ്നേഹത്തിലായിരിക്കും തരുന്നത്, അവർക്ക് ഇത് അറിയത്തില്ല. അവരുടെ വീട്ടിലൊരു ചടങ്ങുണ്ടായി, അല്ലെങ്കിൽ അവരുടെ അപ്പം മരിച്ചതിന്റെ ഓർമ്മ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി അവര് നമ്മൾ കൊണ്ട് സ്നേഹത്തിൽ തരുന്നതാ. അവർക്കിത് അറിയത്തില്ല. അന്നേരം അവർ കൊണ്ട് തരുമ്പം ഉടക്കുണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യരുത്, മേടിച്ച് തിന്നുകയും ചെയ്യരുത്. അവരോട് വളരെ സൗമ്യമായി വളരെ ശാന്തമായിട്ട് പറയണം. ഉദാഹരണം, അയ്യോ കമലമ്മ ചേച്ചി, ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ ഒക്കത്തില്ല. അവർക്ക് സമയവും കേൾക്കാൻ താല്പര്യമുണ്ട്, വേറെ പുസ്തകവും കൂടെ എടുത്തൊന്ന് വായിച്ച് കേൾപ്പിക്കണം. സ്തോത്രം. വാക്യം അറിയാൻ മേലെ ഞാൻ പറഞ്ഞു തരാം, യോഗം കഴിഞ്ഞു. അത് സ്നേഹത്തിൽ പറയണം, സൗമ്യമായിട്ട് പറയണം, വളരെ ശാന്തമായിട്ട് പറയണം. അങ്ങനെ ആ പുസ്തകത്തിലെ പ്രമാണം നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അപ്പൊ അവരോട് പറയണ, കമലമ്മൻ ചോദിച്ചു, ഞങ്ങള് നേരത്തെയൊക്കെ കഴിക്കുമായിരുന്നു, ഇപ്പൊ ഞങ്ങള് രക്ഷിക്കപ്പെട്ടു, അപ്പൊ നമുക്ക് വേണേ സുവിശേഷം പറയാനൊരു മുഖാന്തരമാണ്. അപ്പൊ ചോദിച്ചു, അവര് ചോദിക്കും രക്ഷിക്കപ്പെട്ടു. അത് പറയാം. അപ്പൊ സാക്ഷി വന്ന് പറയണം ചുരുക്കത്തിൽ, ഞാൻ രോഗിയായിട്ട് ഉള്ള മെഡിക്കൽ കോളേജ് മുഴുവൻ കയറി അങ്ങേയറ്റം പറ്റിയതാ, പ്രാർത്ഥിച്ച് യേശു സൗഖ്യം തന്നതാ. അത്രയും പറഞ്ഞാൽ മതി. അല്ലെ, എന്റെ ഭർത്താവ് മുഴുവൻ മദ്യപാനിയായിരുന്നു, വീട്ടിൽ ഒരു സമാധാനവും ഇല്ലായിരുന്നു. ഒടുവിൽ അദ്ദേഹം സുവിശേഷം കേട്ട് യേശുവിനെ അറിഞ്ഞു, നല്ല സ്വഭാവമായി, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമായി.
ഇത് അവരോട് അത് പറയാൻ ഒരു മുഖാന്തരമായി. അപ്പൊ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും കഴിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് കൊണ്ടുവന്നതിൽ സന്തോഷം. ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ, പ്രാർത്ഥിക്കാം. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയണേ, പ്രാർത്ഥിക്കാം. ദൈവത്തിന് മകത്ത് പിന്നീട് ഒരിക്കൽ നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയാം എന്ന് സൗമ്യമായിട്ട് പറയണം. അപ്പൊ അങ്ങനെ അന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു അവസരം അവർ പിന്നെയും കൊണ്ടുവരത്തുമില്ല, പിണങ്ങുകയും വേണ്ട. അപ്പൊ അവരെ തുറക്കുമ്പോൾ നമുക്ക് അപ്പുറത്തേക്കോ അവരതൊന്നും കഴിക്കുകയില്ല, അവര് പെന്തിക്കോസുകാരാ. ഇവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചടങ്ങൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് അവർക്കും കൊടുക്കണം, അവര് കഴിക്കും. കാരണം ഇത് ചടങ്ങല്ലല്ലോ. അവിടെ പ്രായമുള്ള അമ്മയോ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കണം. വീട്ടിലുണ്ടാക്കുന്നത് അവരുടെ കിണറ്റ് വെള്ളമില്ല, നമ്മുടെ കിണറ്റ് വെള്ളമുണ്ട്, വന്ന് കോരിക്കൊണ്ട് പൊക്കോളാൻ പറയണം. ഇല്ലെങ്കിൽ ആ മോട്ടർ അടിക്കുന്ന പൈപ്പ് അങ്ങോട്ട് ഇട്ട് അവരുടെ മതിലിൻ്റെ അവിടെ ഇട്ടിട്ട് കൊണ്ട് ആവശ്യത്തിന് എടുക്കാൻ പറയണം. ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ. അന്നേരം അവർക്ക് പിണക്കോ? നമ്മുടെ മുറ്റത്തിന് നല്ല പൂവൻ കൊല വെട്ടി അത് പഴുക്കുമ്പോൾ ഒരു പടല പഴം അവർക്കും കൊടുത്തേക്കണം. എന്നാ അല്ല, മുഴുവൻ തിന്നരുത്, ചീഞ്ഞതും കൂടെ അങ്ങ് തിന്നുക. ഒരു പടലേ അവർക്കും കൊടുത്തേക്കണം. നമ്മുടെ പ്ലാവേ ചക്കയുണ്ട്, വളഞ്ഞ ചക്ക 3-4 ഇടുമ്പോൾ ഒരു ചക്ക അവർക്ക് കൊടുത്തേക്കണം. മനസ്സിലാകുന്നുണ്ടോ ഇത് വല്ലോ? സ്തോത്രം. നമ്മൾ ടൗണിലോട്ട് പോകും, അവർക്ക് വണ്ടിയില്ല. ചോദിക്കണം, ഞങ്ങൾ ടൗണിൽ പോവാ, സാധനം വല്ലതും മേടിക്കാൻ ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങൾ പോയിട്ട് വരുമ്പോ സന്തോഷമല്ലേ? അല്ല, അവർ ഇപ്പൊ ഒന്നും വേണ്ട, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരാം. ഇതൊക്കെ ഗുണം ചെയ്യണ്ടേ? അല്ല, നീ സന്ധ്യ ആകുമ്പോ തമ്പേർ തല്ലി പൊട്ടിച്ചോട്ട് മാത്രം ഇരുന്ന അവനപ്പുറം ഇഷ്ടിയേക്ക് എറിഞ്ഞ് നിന്റെ ഉച്ചകളെ ഗുണം ചെയ്യാതെ. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാ. പക്ഷെ ഇതിന്റെ നടുവിൽ വേർപാട് പാലിക്കണം. അവർക്ക് മനസ്സിലാകണം നീ ദൈവ പൈതലാണെന്ന്. സ്തോത്രം, സ്തോത്രം. യുവജനോത്സവത്തിന് ടീച്ചേഴ്സും മിസ്സും പ്രിൻസിപ്പലും എല്ലാം കൂടെ പറഞ്ഞു, പേരെന്നാ സ്കറിയ, പിള്ളേരുണ്ടോ? എത്ര പിള്ളേര്? മോനോ മോളോ? 2 പിള്ളേര്. എന്തോ പ്രായമായി? 9, 7. നമുക്ക് എത്ര പിള്ളേരുണ്ട്? എന്തോ പ്രായമുണ്ട്? മോനോ മോളോ? മൂത്ത മോൾ എന്തോ പ്രായമുണ്ട്? 8 വയസ്സ്. അപ്പൊ നമ്മളെ പെടുകൂടാ. പേരെങ്ങനെ? പ്രദീപ്. 9 വയസ്സ് മോക്ക്, 8 വയസ്സ്. അപ്പൊ സ്കൂൾ യുവജനോത്സവം മിസ്സും പ്രിൻസിപ്പലും എല്ലാം കൂടെ പറഞ്ഞു, മോടെ പേരെന്നെ? മെറിൽ സാറാ. മെറിൻ സാറായ യുവജനോത്സവം നടക്കുക. അവളെ നമുക്ക് കുച്ചിപ്പിടി പഠിപ്പിച്ച് അരങ്ങേറ്റം വിടുവോ? അതാ വിളിച്ചായിരുന്നു. എത്ര കൃത്യമായിട്ടാ ഞാൻ പറഞ്ഞേ. വിട്ടില്ലല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ പുള്ളി പറ്റുകയല്ലെന്ന് പറഞ്ഞു. അത് അങ്ങനെ പറയണം. അല്ല മിസ്സേ, ഞാനൊന്ന് നോക്കട്ടെ. ഞങ്ങള് കുടുംബമായിട്ടിരുന്ന് കുടുംബമായിട്ട് ആലോചിക്കും. അവള് പറയും, എനിക്ക് പോകണം, പോയില്ല, എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ അവളെ നീ കുച്ചിപ്പിടിക്ക് വിട്ടാൽ 18 വയസ്സായുമ്പം അവള് കുച്ചിപ്പിടി കാണിച്ച് നിന്റെ ഉച്ചി പിടിക്കും. മനസ്സിലായോ? വേർപാട് പാലിക്കണം. അപ്പൊ മിസ് ചോദിക്കും, അതിനാ നിങ്ങൾ അങ്ങനെ? അവർക്ക് നല്ല കഴിവാ. അവിടെ കഴിവ് ദൈവനാമത്തിന് വേണ്ടിയാ. പെന്തിക്കോസുകാരാന്ന് പറഞ്ഞു. അങ്ങനെ വേണം. എഴുന്നേറ്റ് എല്ലാരും ഒന്ന് കാണട്ടെ. സ്തോത്രം. കണ്ടുപിടിക്കും. ഇത് മോളെ ഡാൻസിനും വിട്ട് കുച്ചിപ്പിടിക്കും, ഭരതനാട്യവും, ഒപ്പനയ്ക്ക്. മോളെ ഒപ്പന നല്ല ഒപ്പനയാ കേട്ടോ. അതൊക്കെ പോകുന്നവര് പോകും. പെന്തിക്കോസുകാരുടെ കാര്യമായി പറഞ്ഞത്. ഈ കുഞ്ഞുങ്ങളെ വേർപാട് പാലിച്ച് വളർത്തണം. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉദാഹരണമായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. ദൈവമൈതല കുഞ്ഞുങ്ങൾക്ക് കൊച്ചു പിള്ളേരോട് പറയണം, മോളെ നമുക്ക് എല്ലാ വസ്ത്രം, അമ്മമാര് പറയണം നമുക്ക് എല്ലാ വസ്ത്രവും ധരിക്കാൻ ഒക്കത്തില്ല. നമ്മൾ പെന്തിക്കോസുകാരാ, സഭയിൽ പോകുന്നവരാ, നമ്മൾ വേർപെട്ട ദൈവമക്കളാ.
അപ്പുറത്തെ കാര്യം ഇപ്പുറത്തെ കാര്യം കാണിക്കുന്നൊന്നും നമ്മൾ അത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അമ്മമാര് അമ്മ ഇപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങളെല്ലാണ്ട് തലയിൽ തുണി ഇട്ടുകൊണ്ട് വന്നു. അങ്ങനെ വേണം. കൊച്ചു പെൺപിള്ളേരെ അത് ശീലിപ്പിക്കണം. ഇപ്പൊ ബോധമില്ലാത്ത കുറെ അവളുമാർ ഇറങ്ങിയിട്ടുണ്ട്. ശുശ്രൂഷ, ബ്രദർ ശുശ്രൂഷിക്കുന്നു, സിസ്റ്റർ തലയിലും തുണിയില്ല. സഹോദരിമാര് മൂടുപട വിടണം. വേദപുസ്തകത്തിലെ പ്രമാണമാണ്. ആ പൊട്ടൻ അപ്പുറം നിൽക്കുക, അവള് തലയിൽ തുണി ഇടണം. ഈ പൊട്ടൻ പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുത്ത അവള് നല്ല തേമ്പും ബെദറും സിസ്റ്ററും ഇവനെല്ലാം ബെദർ. അതിന് നല്ല മാർഗമുണ്ട്. നൈസിൽ പൗഡർ ഇടണം. ബെദറിന് പണ്ടുണ്ടായിരുന്നു നൈസിൽ ബെദർ. വേർപാട് പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ശക്തമായ വേർപാട് പാലിക്കണം. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം നിങ്ങൾ പഠിച്ചാല് ഈ ദാൻ ഗോത്രക്കാർക്ക് അവകാശമൊന്നും കിട്ടിയില്ല, ദാൻ മക്കൾക്ക്. അപ്പം അവര് പറഞ്ഞു നമുക്കൊരു അവകാശം വേണമല്ലോ. അവർ 5 പേരെ സെലക്ട് ചെയ്തു. 5 പേരെ സെലക്ട് ചെയ്ത് വെച്ച് ഇവര് ലയീഷിലേക്ക് വിട്ടു. അവരതിനടുത്ത് വന്ന് മീഖാവിന്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു തന്നെ കൂലിക്ക് പാസ്റ്ററാക്കി വെച്ചേക്കുക. നിങ്ങൾ പുസ്തകം വായിക്കുന്നവർക്കറിയാം. കൂലിക്ക് അവന്റെ വീട്ടിലൊരു ബിംബമൊക്കെ ഉണ്ട്. അപ്പം ഒരു വന്നൊരു ലേവിനാന്ന് കണ്ടപ്പോൾ പറഞ്ഞു അന്നപ്പോൾ ഞങ്ങളുടെ പാസ്സായിട്ടിരുന്നോളാൻ പറഞ്ഞു. കാശ് വല്ലതും പിള്ളേക്ക് ശമ്പളം. ഞാൻ ആ അധ്യായം എടുത്താൽ പിന്നെ അവിടെ നിന്ന് പറയേണ്ടി വരും. അപ്പൊ പുള്ളി ഇങ്ങനെ അവിടെ പ്രത്യേക ശുശ്രൂഷകളാണ് മീഖാവിന്റെ വീട്ടിൽ. കോട്ടയം മീറ്റിംഗ് മാത്രം നടത്തുന്ന ആളാണ്. അപ്പം ദാൻ മക്കള് അവകാശം കിട്ടാൻ വേണ്ടി അന്വേഷണം നടത്തി ഒരു 5 പേരെ സെലക്ട് ചെയ്ത് വിട്ടു. അവര് സൂക്ഷായി മീഖാവിന്റെ വീട്ടിൽ. അപ്പൊ അവിടെ നിന്ന് ചോദിച്ചപ്പോ ശബ്ദമെല്ലാം കേട്ടപ്പോ ലേവിന്റെ ശബ്ദം പോലിരിക്കുന്നു. ഇടക്കിടക്ക് സ്തോത്രവും പ്രൈസ് ദി ലോർഡ് ജീസസ് ഹല്ലേലൂയ മനസ്സിലായി. പെന്തക്കോസ്തുകാരനാണ്. അത് കഴിഞ്ഞവർ ലയീഷിലേക്ക് ചെന്നു. ലയീഷിലെ ജനങ്ങളെ പറ്റി എഴുതിയിരിക്കുന്നത് അവര് വേർപാട് പാലിക്കുന്ന സെപ്പറേറ്റ് ജനമായിരുന്നു. അവരെല്ലാവരെയും പോലല്ല, സ്പെഷ്യൽ കേസായിരുന്നു അവര്. ഞാൻ ആ ഭാഗമെല്ലാം വിവരിക്കുന്നില്ല. മൊർദെഖായിയെയും എസ്തേറിനെയും യഹൂദ ജനത്തെ പറ്റി ഹാമാനും തേരേശും രാജാക്കന്മാരും ചുമതലപ്പെട്ടവര് പറഞ്ഞൊരു പദമുണ്ട്. ഹാമാനൊക്കെ പറഞ്ഞൊരു പദമുണ്ട്. നിങ്ങളാണ്ട് എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് ഉറക്കെ വായിച്ചേ. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വളരെ പരിചിതമായ വാക്യമാണ്. അതൊന്ന് ഉറക്കെ വായിക്കാമോ? മൈക്കിൽ കൂടെ വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാകും. ഒന്ന് വായിച്ചേ. ഒന്ന് മൈക്കിൽ കൂടെ മൈക്ക്. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് ഹാമാൻ പറയുക അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തുള്ള സകല സംസ്ഥാനങ്ങളിലുമുള്ള നിങ്ങോട്ട് വേണേ ചിന്തിച്ചോ. ഇതവിടുത്തെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഇവിടുത്തെ കാര്യം കൊണ്ടാ. നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള, അല്ലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള, അങ്ങനെ ചിന്തിച്ചു. അല്ലെ തിരുവനന്തപുരം പട്ടണത്തിലെ എല്ലാ പഞ്ചായത്തിലുമുള്ള, അങ്ങനെ ചിന്തിച്ചു. അല്ലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും ഉള്ള, അങ്ങനെ ചിന്തിച്ചു. ഇനി വായിച്ചേ. ജാതികളുടെ ഇടയിൽ, നിന്റെ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി വേറൊരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ വേറൊരു ജാതി, ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. ഒത്തിരി ഇല്ല. ഇവിടെ ഒരു 10 കുടുംബം, അവിടെ ഒരു 8 കുടുംബം, 8-ാം വാർഡിൽ ഒരു 10 കുടുംബം, ചിന്നി ചെതറി.
അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് ഒത്തിരി ഒന്നുമില്ല അവിടെ ഇവിടെ നമ്മളെ പറ്റി അങ്ങനല്ല. ഓ ഇവിടെ ഒത്തിരി ഒന്നുമില്ല, വേണ്ട ഒത്തിരി ഒന്നും. ഇപ്പൊ ചാകാനാണ് പനാമർ 2 ലിറ്റർ വേണോ? എരിവിന് 2 കുരുമുളക് കടിച്ചാ പോരെ? നല്ല കടുകാന്ന് ഒറ്റ കടുകിട്ടാ മതി പൊട്ടാൻ. സ്തോത്രം സ്തോത്രം. ഒന്നുകൂടെ വാക്യം വായിച്ചേ സഹോദരി. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി വേറൊരു ജാതി. അത് ഞാനിങ്ങനെ വ്യാഖ്യാനിക്കുക പെന്തിക്കോസ്. ചിന്നിച്ചിതറി കിടക്കും. എല്ലാ പെന്തിക്കോസല്ലേ, പ്യുവർ പെന്തിക്കോസ്. ഞാൻ തൊടുകൈക്കാ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് തിരുമേശയെടുത്ത് അവൻ വേർപാടും വിശുദ്ധിയും കാത്തു പാലിക്കുന്ന ജാതി. വേണം ഈ വരിയും കൂടെ അങ്ങ് പാടിക്കോ. ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. ഈ ശ്രേഷ്ഠ, ഇതുപോലെ ശ്രേഷ്ഠ ജാതി വേറെ എവിടെ ഉള്ളെന്നാ? തിരഞ്ഞെടുക്കപ്പെട്ട ജാതി എന്നാ പത്രോസ് കൊടുത്തേക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, പഴയ നിയമത്തിൽ ശ്രേഷ്ഠ ജാതി. പാട്ടുകാരൻ പറഞ്ഞു ഇതുപോലൊരു ജാതി. ഇവിടെ പറഞ്ഞു ഇത് സെപ്പറേറ്റ് ജാതി. നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ എന്റെ സഹോദരി അത് പിന്നെ അടയാളപ്പെടുത്താം. ചിതറിക്കിടക്കുന്നു. ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചേ. അത് വരയ്ക്കാൻ പോയതല്ലേ ചൂടും അത് മാറിപ്പോയത്. വായിച്ചേ ഒന്നുകൂടെ. 8-ാം വാക്യം. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി വേറൊരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് വ്യത്യാസമാണ്, വ്യത്യസ്തമാണ്. വ്യത്യാസമില്ല പിന്നെ നമ്മൾ ഒരു തമ്മിൽ എന്നാ വ്യത്യാസം? ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും വ്യത്യസ്തരായിരിക്കണം. പ്രാർത്ഥനയിലും ആരാധനയിലും കൂട്ടായ്മയിലും പോക്കിലും നടപ്പിലും കൊടുക്കവാങ്ങലിലും ഇടപാടിലും എല്ലാം വ്യത്യസ്തമായിരിക്കണം. നീ വേർപാട് പാലിക്കണമെന്നായി പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാരണം ഇവര് കർക്കശമായി വേർപാട് പാലിച്ചു. ഞാന് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് നിൽക്കും. അതുകൊണ്ടൊരു 2-3 ഭാഗമെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗം അങ്ങ് വിടുക. നിങ്ങൾക്ക് മനസ്സിലാകാൻ മതി. വേർപാട് പാലിക്കണം. പുതിയ നിയമത്തിൽ കർക്കശമായ ഉപദേശം പൗലോസ് പറഞ്ഞു, വേർപാട് പാലിക്കണമെന്ന്. നിങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചേ. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെൻഷവും നീക്കി. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട്. ഏത് വാഗ്ദത്തം? ഇനി അതിന്റെ 14 മുതലാണ് 6-ന്റെ 14 മുതൽ വായിച്ച വേർപാടിന്റെ ഉപദേശമാണ്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. വേർപാടാ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. പിന്നെ നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. പിന്നെ വെളിച്ചത്തിന് ഇരുളിനോട് എന്തോ കൂട്ടായ്മയാ. പിന്നെ ക്രിസ്തുവിനും
ബെലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? എന്തോ പൊരുത്തം. അടുത്തത്, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താ ഓഹരി? ആ വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്താ ഓഹരി? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത്? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? പണ്ടൊരുത്തം വായിച്ചു കൊടുത്തു, ദേവാലയങ്ങൾക്ക് വിഗ്രഹത്തോട് എന്തൊരു യോഗ്യത. വായനക്കകത്തുണ്ട്. ദൈവാലയത്തിന്റെ വിഗ്രഹങ്ങളോട് എന്തോ ഒരു യോഗ്യത. പ്രസംഗിച്ച പുള്ളിക്കും തിട്ടമില്ല. പുള്ളി പറഞ്ഞു എന്തൊരു യോഗ്യത. സ്തോത്രം. വേർപാട് പാലിക്കണം. കുറിക്കുന്നതൊക്കെ പിന്നെ കുറിക്കുക, അതല്ലേ ഈ കുഴപ്പം. വായിച്ചു. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ആലയമാ. ഈ കെട്ടിടമല്ല, ബിൽഡിംഗ് അല്ല, മെറ്റീരിയൽ അല്ലിത്. ജീവനുള്ള കല്ലാകുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കൽ നിങ്ങളും ചെന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിക്കാൻ. സ്തോത്രം. ഈ വനായകനെ മനുവേലേ ജീവനായകനെ മനുവേലേ ജീവനായകൻ. അപ്പൊ ജീവനുള്ള കല്ലാകുന്ന യേശു ക്രിസ്തു. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ല. അടുത്ത വാക്യം, ഞാൻ അവരിൽ വസിക്കുകയും ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അവരുടെ ഇടയിൽ നടക്കും. ഞാൻ അവർക്ക് ദൈവവും എന്ന് പറഞ്ഞാൽ വേർപാട് പാലിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഞാൻ നടക്കുമെന്നാ ദൈവം പറയുന്നേ. എല്ലാവരുടെ ഇടയിലൊന്നും ദൈവം നടക്കുകയല്ല. കൊട തെറ്റി കിടക്കുന്നവന്റെ ഇടയിൽ കൂടെ അങ്ങനെ ദൈവം നടക്കുന്നത്. വേർപാടും വിശുദ്ധിക്കും കാത്തു പാലിക്കുന്നവന്റെ ഇടയിൽ കൂടി ഞാൻ പിന്നെ വായിരുമോളെ, ഞാൻ അവർക്ക് ദൈവവും. ഞാൻ ദൈവം പറയും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. അവരെനിക്ക് ജനവുമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിനെന്ന് കർത്താവ് വേർപെട്ടിരിക്കണം, വേർപാട് പാലിക്കണം. ആമേൻ. നീ അവരുടെ നടുക്ക് കസാര ഇട്ടോണ്ട് സോറ പറഞ്ഞിരിക്കരുതെന്നാ നാടൻ ഭാഷയിൽ പറയുന്നത്. ഓണക്കളിക്ക് നീയും പോയിരിക്കുക, കളിക്കുന്നില്ലെങ്കിലും പോയിരിക്കുക. എന്നിട്ട് പാടുക, എന്നാ തുമ്പി തുള്ളാത്ത എച്ചി തുമ്പി തുള്ളാത്ത പാടിക്കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അശുദ്ധമായതൊന്നും തുടരുത്. സ്തോത്രം. വേർപാട് പാലിക്കണം. മനസ്സിലാകുന്നുണ്ടോ? കളിക്കാനൊന്നും പോകുന്നില്ലെങ്കിലും ഏലായിട്ട് എന്തുകോസുകാരൻ മോഷ്ടിക്കുന്നതിലും കുറ്റമാ മോഷണ സാധനം. മനസ്സിലായോ? സ്തോത്രം. നന്നായിട്ട് വേർപാട് പാലിക്കണം ദൈവമക്കള്. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ്, ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്തോണം. പക്ഷെ നീ ആരാധന പഠിക്കച്ച് ബൂത്തിനകത്ത് പോയിരിക്കരുത്. അതിനവര് പാർട്ടിക്കാർ വേറെ ആളിനെ സെലക്ട് ചെയ്തോളും. നീ പറയണേ എനിക്ക് ആരാധനയുണ്ടെന്ന്. നീയും പോയി ഇവിടെ ചൂടും പിടിച്ച് ഇരിക്കുക. എന്നതാടാ അവന്റെ പെന്തിക്കോസ്. എന്നിട്ട് അവൻ ഞായറാഴ്ച സ്റ്റേജ് വന്നോ, ആ തീ കത്തട്ടെ. ഏത് തീ? ആ തീ കത്തും. സംഖ്യ 16 കത്തിയ തീ 250 എണ്ണത്തിനെ ഒന്നിച്ച് ദഹിപ്പിച്ചു. വേർപാട് പാലിക്കണം. വായിച്ച മോളെ, അശുദ്ധമായതൊന്നും തുടരുത്. അശുദ്ധമായതൊന്നും തുടരുത്. വേർപാട് പാലിക്കണം. അശുദ്ധമായതൊന്നും തുടരുത്. പിന്നെ എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും. അങ്ങനെ വേർപാട് പാലിച്ചെങ്കിലേ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എനിക്ക് മക്കളും ആകുള്ളൂ. അല്ല ഞാൻ പെന്തിക്കോസാ, പാസ്റ്ററുടെ മോനാ, പാസ്റ്ററുടെ മോളാ, എന്റെ വല്യപ്പൻ പാസ്റ്ററാ, ഞങ്ങൾ കുടുംബക്കാരാ എന്ന് ഇവിടേക്കുന്ന കേസല്ല. നീ ഈ വിധത്തിൽ വേർപാടും വിശുദ്ധിയും കാത്ത് ജീവിച്ചാൽ ദൈവം പറയാ, ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും, നിങ്ങൾ എനിക്ക് മക്കളുമായിരിക്കും.
മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നിട്ട് 7-ാം അധ്യായത്തിൽ പറയുക, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, മേളിൽ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി നിങ്ങളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. ഈ വേർപാട് ഉപദേശം വളരെ ശക്തമാണ്. ഇപ്പം വേർപാട് ഉപദേശം പറയത്തില്ല, മുഴുവൻ തുള്ളക്കാരിറങ്ങിയിരിക്കുക. എല്ലാം ഈ തുള്ളൽ പ്രസ്ഥാനം കുഞ്ഞൻ നമ്പ്യാരുടെയാ, നമ്മുടെ നല്ല ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയതാണ്. പഠിച്ചിട്ടില്ലേ? അമ്പലപ്പുഴ അമ്പലത്തില് കൂത്ത് നടന്നുകൊണ്ടിരിക്കുമ്പം പുള്ളി മിഴാവ് കൊട്ടുകാരുന്നതാണ്. ചാക്യാര് കൂത്ത് പറഞ്ഞപ്പോ ഈ പാവതാനം ഉറങ്ങിപ്പോയി. പുള്ളി വടക്കുള്ളതാ, കലക്കത്ത് കുഞ്ഞൻ നമ്പ്യാരെന്നാണ്. എങ്ങണ്ടിയൂര്, തൃശ്ശൂര് എങ്ങണ്ടിയൂര്. പുള്ളി അവിടെ നിന്ന് അമ്പലപ്പുഴ വന്ന ചരിത്രമൊന്നും ഇപ്പൊ പറഞ്ഞില്ല, സ്കൂളിൽ പഠിച്ചതല്ലേ. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൂത്തമ്പലത്തിൽ കൂത്ത് കണക്കാ, ചാക്യാര് കൂത്ത് പറഞ്ഞ് പാവതാനം ഉറങ്ങിപ്പോയി. മിഴാവ് കൊണ്ട് കൂത്തല്ലേ. അപ്പൊ ഉറങ്ങിക്കൊണ്ടിരുന്ന പുള്ളിയെ നോക്കിയിട്ട് പുള്ളി നമ്പ്യാർക്കിട്ട്. അപ്പൊ ആൾക്കാരെല്ലാം ചിരിച്ച് ആക്ഷേപിച്ചത് കൊണ്ട് അയാൾക്ക് അങ്ങ് മനോവേദനയായി. അയാൾ ഒട്ടും അമാന്തിച്ചില്ല. രാത്രി പോയിരുന്ന് പുത്താൻ കഥ ഉണ്ടാക്കി. തൊട്ടപ്പുറത്തെ അടുത്ത ദിവസം അങ്ങേ തലയ്ക്ക് പുള്ളി പോയി ഓട്ടം തുള്ളൽ. അങ്ങനെ തുള്ളൽ പ്രസ്ഥാനം, കല്യാണ സൗഗന്ധികം. അപ്പൊ വ്യത്യസ്തമായൊരു കല അപ്പുറം നടക്കുന്നത്. ചാക്യാരുടെ കൂത്തിന് വന്നവരെല്ലാം നേരെ അങ്ങോട്ട് പോയി. നമ്മളിപ്പം സഭ തുടങ്ങുന്നത് പോലെ നേരെ അപ്പുറത്തോട്ട്. കല്യാണ സൗഗന്ധികം ഒറ്റ രാത്രി കൊണ്ടെല്ലാം ക്രമപ്പെടുത്തി. ഭീമൻ പൂ പറിക്കാൻ പോകുന്ന ആ ചരിത്രം പഠിച്ചിട്ടില്ലേ? ഇവിടെ സ്കൂളില്ലേ? നടന്നങ്ങോട്ട് പോയപ്പോ മഴി കുരങ്ങൻ കിടക്കുന്നു. നമ്മൾ പഠിച്ചല്ലേ? നോക്കടാ നമ്മുടെ മാർഗ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറി കിടാ ഷെടാ ദുർഘട സ്ഥാനത്ത് വന്ന് കിടക്കുവാൻ പഠിച്ചല്ലേ? ചാട്ടത്തിൽ നിന്നും പഴച്ചു പോയോ നിന്റെ കൂട്ടത്തിൽ മറ്റാരും ഇല്ലാത്ത നന്ദോടും നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കൊരങ്ങുന്ന അത് നന്നായിട്ട് പുള്ളി അവതരിപ്പിച്ചു. അവിടെ പുള്ളി കിടന്ന കിടപ്പിൽ കൊരങ്ങൻ തിരിച്ചു പറഞ്ഞു. അതും പഠിച്ചതാ. മർക്കടൻ എന്ന് നീ ധിക്കരിക്കേണ്ടോ, മർക്കടന്മാരിലും മുഷ്കരന്മാരുണ്ട്. പണ്ടൊരു മർക്കടത്താനല്ലയോ പന്തി കണ്ടനെന്നുണ്ടായ നക്തഞ്ചരേന്ദ്രന്റെ വാലുകൊണ്ട് ആശു വരിഞ്ഞു കെട്ടി സദാ 4 സമുദ്രങ്ങൾ ചാടിക്കിടന്നതും മറ്റൊരു ദേഹം മഹാവാരി രാശിയെ സത്വരം ചാടിക്കിടന്ന ശങ്ക കൂടാതെ നിശാചര വീരന്റെ ലങ്കയിൽ പുക്ക് ഭയങ്കരന്മാരായ കിങ്കരന്മാരെ പലരെ വധിച്ചതും തൻകേളി കാനനം തല്ലി തകർത്തതും ഹുങ്കാരമോട് രണത്തിനൊരുങ്ങിയ ലങ്കേശപുത്രന്റെ കണ്ടം മുറിച്ചതും പങ്കേര് കാഴ്ചയ വൈദേഹി തന്നെ സങ്ക്ലേശമെല്ലാം പറഞ്ഞു കളഞ്ഞത് യുദ്ധത്തിനെത്തിയ നക്തഞ്ചരേന്ദ്രന്റെ തേർതട്ടലന്മാർ ചാടിക്കരയിട്ട് ചണ്ടമായുള്ളൊരു പാണിതലം കൊണ്ട് കണ്ട സ്ഥലങ്ങളിൽ താടനം ചെയ്തതും ഒടുവിൽ പറഞ്ഞ മാനമുള്ള ആളുകൾ ഞങ്ങളുടെ ജാതികൾ ഞാൻ അറിയുന്നവർ പലരുണ്ട് പാണ്ഡവ അടച്ചെടുക്കരുത്. ഇതെല്ലാം നമ്പ്യാർ ഒറ്റ രാത്രി ഒപ്പിച്ചു. എന്നിട്ട് പുള്ളി നിന്നങ്ങ് വളർന്ന് കാണിച്ചെന്നാ നമ്പ്യാർ എഴുതിയേക്കുന്നത്. സ്കൂളിൽ പഠിച്ചതല്ലേ? ഭീമന്റെ അകവാള് വീട്ടിൽ പോയി. അയാൾ നിന്ന നിപ്പിൽ അങ്ങ് വളർന്നു. എനിക്കതെല്ലാം ചൊല്ലിയാ കൊള്ളാന്ന് പണ്ട് സ്കൂളിൽ പഠിച്ചതാ. ഉദ്ധതമതി നരപതി തന്നുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടു ബുദ്ധിയിലധികരുന്നു ഉദൂകമിയർന്നു ഹനുമാൻ വർദ്ധിതതരതവള ഹിമാചല സന്നിപതുങ്ക ശരീരം നെടുതാകന കൊടിമരമെന്ന കണക്ക് തടിച്ചൊരു വാലും തുട നയനങ്ങളും അമ്പൊടി ചെമ്പ് കിടാരം പോലെ കുടിലാകൃതി ശശികല പോലെ വിടങ്ങനെ ദന്തകദമ്പം ചടലസ്ഫുട സടകളും ഇട കലരുന്ന ഭയങ്കര മുഖവും പരികത്തോട് പടപരുതിയിടിന പൃഥുതര കരദണ്ഡയുഗം പഠിച്ചതാ. അപ്പൊ ഇതെല്ലാം ഒറ്റ രാത്രിക്ക് ചിട്ടപ്പെടുത്തി വെച്ച് പുള്ളി അപ്പറേ ഓട്ടം തുള്ളൽ എത്ര എണ്ണ ഏതൊക്കെ സ്കൂളിൽ പഠിച്ചതല്ലേ? തുള്ളൽ എത്ര എണ്ണ തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ് കലക്കത്ത കുഞ്ഞൻ നമ്പ്യാര്. അങ്ങനെ എഴുതിയപ്പോൾ ശരി കിട്ടത് 2 മാർക്കാരെന്ന് തോന്നല്ലേ? ആ കിട്ടിയതാ. അടുത്ത ചോദ്യം, തുള്ളൽ എത്ര തരം ഏതൊക്കെ? ആൻസർ, തുള്ളൽ 3 തരം. ഏതൊക്കെ? ഓട്ടൻ, ശീതങ്കൻ, പറയൻ. സ്കൂളിൽ പഠിച്ചതല്ലേ? ഓട്ടം തുള്ളല്, ശീതങ്കൻ തുള്ളല്, പറയൻ തുള്ളല്. സ്കൂളിൽ പഠിച്ചതാണ്. അപ്പൊ ഈ തുള്ളൽ പ്രസ്ഥാനം ഉണ്ടാക്കിയത് കുഞ്ഞൻ നമ്പ്യാരാ, നമ്മളല്ല. ഇപ്പൊ പക്ഷേ തുള്ളൽ പ്രസ്ഥാനമല്ല, നമ്മളും കോൺട്രാക്ട് ചുമ്മാ വന്നങ്ങ് തുള്ളിക്കുക. ഞാൻ തുള്ളലിനെതിരല്ല,
നീ ഉപദേശത്തിൽ നിന്ന് തുള്ളണം. ചുമ്മാ കയറി തുള്ളരുത്. ചുമ്മാ തുള്ളിയാ നീ ഒഴയും. എന്റെ അഭിപ്രായം വചനത്തെ കൂട്ടുപിടിച്ച് പറയാ. വചനം കേൾക്കുമ്പോൾ, ഉപദേശം കേൾക്കുമ്പോൾ, ഉപദേശത്തിൽ നിൽക്കുന്നവൻ അവൻ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചോണം. ഈ വചനം കേൾക്കുമ്പോൾ, അവൻ ഉപദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ആ വിധത്തിൽ പോകുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെങ്കിൽ എന്റെ ഭാഷ പറഞ്ഞാൽ ആരെ നോക്കരുത്, എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ നൃത്തം ചെയ്തോണം. പക്ഷെ ചുമ്മാതുള്ളരുത്, ചുമ്മാതുള്ളരുത്. തുള്ളൽക്കാരൊക്കെ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. ഓട്ടം വരും, ചീതങ്കം വരും. സ്തോത്രം. വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ വേർപാട് പാലിക്കണം. വേർപാടിന്റെ ഉപദേശം പറയണം. ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുക. ഇപ്പൊ തന്നെ പലരുടെ മുഖത്തിന്റെ ഒരു മ്ലാനതയും ഒരു വല്ലായ്മയൊക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നുണ്ട്. അത് നല്ല ചിരിയല്ലെന്നും എനിക്കറിയാം. എനിക്കിതൊക്കെ കാണുമ്പോൾ അറിയാം. ഒരു ചെറിയ ഒക്കെ എനിക്ക് 10-32 കൊല്ലമായിട്ട് ഈ ശ്വാസം പറ്റി വിശ്വസിക്കുന്നേ. ഈ പുതിയ ഡോക്ടറെക്കാളും പഴയ രോഗിക്ക് ആ മരുന്ന് തിട്ടം. അതെ, മെഡിക്കൽ കോളേജ് 30 വർഷമായിട്ട് കിടക്കുന്ന അമ്മയ്ക്ക് അറിയാം ഏതൊക്കെ വാർഡ് എവിടെയൊക്കെയാണ്. പുതുതായിട്ട് കോയമ്പത്തൂരിൽ നിന്ന് പഠിച്ചു വന്ന ഡോക്ടർ കത്തറും ഡോക്ടർ അമ്മയോട് ചോദിക്കും, അമ്മ ഈ ഓർത്തോയിൽ എങ്ങോട്ടാ പോകുന്നത്? അണ്ട് താഴോട്ട് ഇറങ്ങി മേലോട്ട് കയറി 3ാമത്തത്. അമ്മ കൃത്യം പറയും അല്ലേ. അമ്മ 30 കൊല്ലമായിട്ട് ഈ മെഡിക്കൽ കോളേജിൽ രോഗിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് കുറെ നാളൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാകും. വേർപാട് ഉപദേശം ചിലർക്ക് ഇഷ്ടമല്ലല്ലോ, ഇഷ്ടമല്ല. അത് പറയുന്നവരോടും അങ്ങനെ വലിയ ചുമ്മാ വന്നങ്ങ് ഇളക്കുക. ചില പുള്ളിയെ നമുക്ക് വിളിക്കാം ഇളക്കം കേട്ടോ. ഇളക്കുകാരെ കേറ്ററിംഗുകാർക്ക് ആവശ്യം. അവിടെ ഒത്തിരി സാധനം ഇളക്കാനുണ്ട്. ഒലത്തിറച്ചി ഇളക്കണം, അടി പിടിക്കരുത്. താഴെ ഹോട്ടലാ, അവിടെ ഇളക്കുകാരെ ആവശ്യം കാണും. വെജിറ്റേറിയൻ ചിലപ്പോൾ പായസം കാണുമല്ലേ, അടി പിടിക്കാതിരിക്കാൻ നന്നായിട്ട് ഇളക്കണം. ഇളക്കാരെയല്ല നമുക്ക് താഴോട്ട് വിടണം. ഈ വചനം കേട്ട് ഇളകണം. വചനം ഞാൻ പറയാം, വചനം കേൾക്കുമ്പോൾ നൃത്തം ചെയ്ത് ആരാധിച്ചോണം. വേർപാടിൽ ജീവിക്കുന്ന ദൈവമക്കൾ ആരെയും മുഖം നോക്കരുത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താതാങ്ങൾക്കുള്ളവരല്ല. ആകെ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. ഞാൻ ഓടിച്ച് നിർത്താം. അപ്പോൾ ആഭിചാര യാക്കോബിന് പറ്റാത്തതിന്റെ 1ാമത്തെ കാര്യം വേർപാട് പാലിച്ചു. ഇനി കമ്പിവാചകം പോലെ 2 കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതേ ഒക്കുള്ളൂ. സ്തോത്രം. ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ 2ാമത്തെ കാര്യം ആ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ 2ാം ഭാഗം. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. മതി. അത് ആഭിചാരം വെക്കാത്തതിന്റെ 2ാമത്തെ കാര്യം. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1, ആഭിചാരം പറ്റാത്തതിന്റെ കാര്യം വേർപാട് പാലിക്കുന്നു. 2, ആഭിചാരം പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ 1 ഈ യാക്കോബിന് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടെന്ന്. ഈ ഭാഗം ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പം വേറെ വാക്യങ്ങളൂടെ ചേർത്ത് കോർത്ത് മണിക്കൂറുകൾ നിന്ന് പ്രസംഗിക്കേണ്ട ഭാഗമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിഗണിക്കണം. അതുകൊണ്ട് അധികം ദീർഘമാക്കുന്നില്ല. ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന് 2ാമത്തെ കാര്യം കാട്ടുപോത്തിന് തുല്യമായ ബലം ഇവനുണ്ട്. യാക്കോബിന്, ഇസ്രായേലിന്. എന്നാൽ ഇസ്രായേൽ മക്കളെ പറ്റി നിങ്ങൾ ആ സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ ഇവര് ക്ഷീണിച്ചിരിക്കുന്നെന്നാ വായിക്കുന്നത്. വായിച്ചേ, സംഖ്യ 21-4 മുതൽ വായിച്ചേ. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അപ്പൊ ഇവിടെ ക്ഷീണിച്ചെന്നാ എഴുതിയേക്കുന്നത്. മനസ്സ് ക്ഷീണിക്കുമ്പോൾ ശരീരവും ക്ഷീണിച്ചു. വിശദീകരിക്കുന്നില്ല. 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ക്ഷീണിച്ചെന്ന.
പക്ഷെ 23-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം വന്നപ്പോ കാട്ടുപോത്തിന് തുല്യ. അപ്പൊ അതിന്റെ അർത്ഥം ഇതിനിടയ്ക്ക് ഇവര് ബലപ്പെട്ടു. 21-4 ക്ഷീണിച്ചവർ 23 വന്നപ്പോൾ കാട്ടുപോത്തിന് തുല്യ ബലം. അത് ഞാൻ ഓടിച്ചു പറയാം. 3 പോയിന്റ് പറയാൻ ഒക്കത്തില്ല, 2 അങ്ങ് നിർത്താം. ഗുണമാകാനാന്നേ 2 മതി, 2 വേണ്ട 1 മതി. 21-4 ഇവർ ക്ഷീണിച്ചു. 23-ന്റെ 22-ന്റെ 2-ാം ഭാഗത്തിൽ കാട്ടുപോത്തിന് തുല്യ ബലം. അപ്പൊ 21-4 ഇവര് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്ക് വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിശ്രയിച്ച് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. ഈ മന്നയ്ക്കെതിരെ ഉടക്കുണ്ടാക്കി. ഇതൊക്കെ എടുത്ത് നിന്ന് പറയേണ്ട ഭാഗമാണ്. മന്നയ്ക്കെതിരെ പ്രശ്നം ഉണ്ടാക്കി. സാരമില്ലാത്ത ആഹാരം വെറുപ്പാണ്. മന്ന സ്വർഗീയ ധാന്യമാണ്, ശക്തിമാന്മാരുടെ അപ്പമാണ്. ഇവര് തിരസ്കരിച്ചു. ഈ മന്ന യേശുക്രിസ്തുവിന് നിഴലാണ്. അത് തിരസ്കരിച്ചപ്പോ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ദൈവം അഗ്നിസർപ്പത്തെ അയച്ചു. അഗ്നിസർപ്പം വന്ന് ഇവനെ എല്ലാം കടിക്കാൻ തുടങ്ങി. ഈ സർപ്പം വന്ന് IPC ആണോ ചർച്ച കോഡാണോ അസംബ്ലീസ് കോഡാണോ നോക്കിട്ടില്ല കടിക്കുന്നത്. ഓടക്കൊണ്ടാക്കിയവനെല്ലാം കയറി കൊത്തി. അച്ഛാ ചർച്ച കോഡാണോ? അത് എന്നാ കൊത്തുന്നില്ല. എന്നാ പിന്നെ എവിടെ? ഞാൻ സ്വതന്ത്ര സഭക്കാരനെ കൊത്താൻ പോവാ. അങ്ങനെയാണോ പാമ്പ് വരുന്നത്? പിന്നെ ഇത് വല്ല വിഷയമാണോ? പ്രശ്നം ഉണ്ടാക്കിയവനെല്ലാം കയറി കടിച്ചു. അപ്പൊ ഈ ആദ്യം കടി കിട്ടിയവൻ ചത്തു വീണു. പിന്നെ കടി കിട്ടിയവൻ പേടിച്ചോടുന്നു, വേദന കൊണ്ട് ഓടുന്നു. പിന്നെ ഉള്ളവര് കടി കിട്ടാതിരിക്കാൻ ഓടുന്നു, ഇങ്ങനെ ഓടി. അപ്പം മോശ കവളിന് വീണ്ടും ദൈവമേ ഇതെന്തോ ഇത്? അപ്പൊ തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, പിത്തള സർപ്പത്തെ ഉയർത്ത്. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവനെല്ലാം പിത്തള സർപ്പത്തെ നോക്കി രക്ഷപ്പെടും. യേശുക്രിസ്തുവിന്റെ നടല അങ്ങനെ രക്ഷപ്പെട്ടു. വിശദീകരിക്കുന്നത് രക്ഷപ്പെട്ട് ഒടുവിൽ പിന്നെ കടിയെല്ലാം കിട്ടി. കുറച്ച് പേര് ചത്തു, കുറെ പേര് വേദന കൊണ്ട് ഓടി, കുറെ പേര് കടി കിട്ടാതെ ഓടി. പിത്തള സർപ്പത്തെ ഉയർത്തി അങ്ങോട്ട് നോക്കി രക്ഷപ്പെട്ടു. പിന്നെ ഇവരെ ബേരിലോട്ട് കൊണ്ടുവന്നു. ആ 21-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ചേ സിസ്റ്ററെ. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക. ഞാൻ അവർക്ക് വെള്ളം ഓടി. അതുകൊണ്ടാ പറഞ്ഞ ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു, എല്ലാരും വിളിക്കാൻ പറഞ്ഞു. അനന്തരം അവര് ബേരിലേക്ക് പോയി. ദൈവം മോശ പറഞ്ഞു ജനത്തെ ഒന്നിച്ച് കൂട്ടുക. പിന്നെ ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. അപ്പൊ കിണറ്റിക്കരല്ല ഒന്നിച്ചു കൂട്ടിയത്. ബേരിൽ കിണർ, ബേരിൽ ഇവിടുത്തെ കിണറിൽ എല്ലാം വരാൻ പറഞ്ഞു, ഓടി വരാൻ പറഞ്ഞു. എല്ലാം വന്ന് ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. ആ സമയത്ത് ഇസ്രായേൽ കിണറെ പൊങ്ങി വാ, അതിന് പാടുവീൻ. പ്രഭുക്കന്മാർ കുടിച്ച കിണർ, ജനശക്തന്മാർ തങ്ങളുടെ ചെങ്കോല് കൊണ്ട് ദണ്ട് കൊണ്ട് കുത്തിയ കിണർ എന്ന പാട്ട് പാടി. ഇത് മണിക്കൂറുകൾ എടുത്ത് വേറെ വാക്യം ചേർത്ത് കോർത്താ പ്രസംഗിക്കേണ്ടത്. ഒറ്റ വാക്കിലങ്ങ് പറയാം. ഈ ബേരിലെ കിണറ്റിന്റെ ചുറ്റും വന്നേച്ച് പറഞ്ഞ് കിണറെ പൊങ്ങി വാ, കിണറെ പൊങ്ങി വരാൻ. കിണർ പൊങ്ങി വരാൻ പറഞ്ഞതിന്റെ അർത്ഥം വെള്ളം പൊങ്ങി വരണമെന്നാണ്. ഈ കിണറിന്റെ പ്രത്യേകത പ്രഭുക്കന്മാര് കുത്തിയ കിണറാണ്. വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കാൻ ഇപ്പൊ നേരമല്ല. ഒറ്റ വാക്യം പറഞ്ഞ ഈ കിണർ കുത്തിയത് അബ്രഹാം. കാരണം ഉൽപ്പത്തി 23-ൽ ഹിത്യര് അബ്രഹാമിനെ പറ്റി ഒരു സാക്ഷ്യം പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാണ്. അബ്രഹാം കുത്തിയ കിണറാണ്. പിന്നെ ജനശ്രേഷ്ഠന്മാര് അത് ഞാനിപ്പോ എടുക്കുന്നില്ല, ഈ ഒറ്റ പദം എടുക്കുക. പ്രഭുക്കന്മാര് കുത്തിയ, ഇത് അബ്രഹാം കുത്തിയ കിണറാണ്. അതെന്തിനാ അബ്രഹാം കിണർ കുത്തിയത്? ഒരു ജോലിയില്ല, എന്നാ 3-4 കിണർ അങ്ങ് കുത്തിയേക്കാം. വാക്യങ്ങളെല്ലാം എടുപ്പിക്കുന്നില്ല. അബ്രഹാമും ദൈവമായിട്ട് ഒരിക്കലും ഒരു ഏകപക്ഷീയ ഉടമ്പടി യാഗം നടത്തി. ഉൽപ്പത്തി 15. കുറുപ്രാവിനെ പിളർന്നില്ലെന്നൊരു വാക്യമുണ്ട്, അതുകൊണ്ടൊന്നും വല്ല റാഞ്ചൻ ഇറങ്ങിയത്. യിരെമ്യാ പ്രവചനം എടുത്ത് പറയേണ്ടതാ, പോട്ടെ, ആ വിഷയം എടുക്കുന്നില്ല. എന്തായാലും കൊള്ളാം, റാഞ്ചൻ പക്ഷി ഇറങ്ങി. അബ്രഹാം അതിനെ ആട്ടി, ഉടലിന്മേൽ ഇറങ്ങി ആട്ടി, തീച്ചൂളയും പുകയും. അന്ന് രാത്രി ദൈവം ഇടപെട്ടു. കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തമ്പുരാൻ പറഞ്ഞു, അബ്രഹാമെ പേടിക്കൊന്നും വേണ്ട, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത, നിനക്ക് സന്തതിയെ തരും. ആ സന്തതി പ്രവാസികളായി പോകും. സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷത്തോളം അവര് പ്രവാസികളാകും. എന്നിട്ട് ഇങ്ങനൊരു പണം പറഞ്ഞു, 4ാം തലമുറക്കാർ ഇതിലേ വരും. 4ാം തലമുറക്കാർ.
സന്തതി ഇല്ലാതിരുന്ന കാലത്താ ദൈവം പറഞ്ഞു. ഇസ്മായേല് പോലും ജനിച്ചിട്ടില്ല. ഇസ്മായേല് 16 ജനിക്കുന്നത്. ഇത് 15 സംഭവമാണ്. പക്ഷെ അബ്രഹാം ഇത് വിശ്വസിച്ചു. ദൈവമല്ലേ പറഞ്ഞേ? അബ്രഹാം വിശ്വസിച്ചു. വിശ്വാസം കണ്ടാൽ സന്തതിയെ കണ്ടു. റോമാലേഖനം പഠിപ്പിക്കുന്നത് ശരീരത്തിൽ ക്ഷീണമുണ്ടെങ്കിലും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. നിങ്ങൾക്ക് ശരീരത്തിൽ അല്പം ക്ഷീണം കാണും, ഷുഗറും കൊളസ്ട്രോളും മറ്റ് ദീനമുള്ളത് കൊണ്ട് കാണും. പക്ഷെ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. അബ്രഹാം ഇത് വിശ്വസിച്ചു. വേല ചിന്തകന്മാര് പറഞ്ഞു അബ്രഹാം വിശ്വാസം കണ്ട തലമുറയെ കണ്ടു. ഇസഹാക്കിനെ കണ്ടു, യാക്കോബിനെ കണ്ടു, യാക്കോബിന്റെ 12 പിള്ളാരെ കണ്ടു. ആ കൊച്ചുങ്ങൾ 70 പേരങ്ങോട്ട് പോകുന്ന കണ്ടു. പിന്നെ തിരിച്ച് 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം കൂടെ വരുന്നത് അബ്രഹാം വിശ്വാസം കണ്ടാൽ കണ്ടു. അപ്പൊ ദൈവം പറഞ്ഞു 4ാം തലമുറക്കാർ ഇതിലെ വരും. അപ്പൊ അവറാച്ചന് മനസ്സിലായി, എന്റെ മക്കളുടെ മക്കളും കൊച്ചുമക്കളെല്ലാം കൂടെ മിസ്രയും പുറപ്പെട്ട് ഇതിലേ വരുമ്പോ അതുങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം. അതുകൊണ്ട് വിശ്വാസത്താൽ കിണർ കുത്തി. ഇതിലെല്ലാം വാക്യമുണ്ട്, എടുക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. വിശ്വാസത്താൽ അതാ പ്രഭുക്കന്മാര് കുത്തിയ കിണർ. പിന്നെ ഇസഹാക്കിന്റെ ഒക്കെ കാലം വന്ന മണ്ണിട്ട് നികത്തി. അതൊക്കെ എടുത്താൽ ഇന്ന് പോയി പറ്റുണ്ടാകുകയല്ല. നിങ്ങൾ വേണേ ഇരിക്കും, എന്നാലും നിങ്ങൾ പോകുമ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അയാൾ അല്ലേലും അങ്ങനെ സമയത്തും കാലത്ത് വന്നും നിർത്തുകയല്ല എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. വിശ്വാസത്താൽ കിണർ കുത്തി. അങ്ങനെ ഇവര് പിന്നെ മണ്ണെല്ലായിട്ട് നികത്തി. ഇത് മണ്ണടിഞ്ഞു പോയി. പക്ഷെ ഇത് വാറ്റത്വത്തിന്റെ കിണറായതുകൊണ്ട് ഒന്നിച്ച് കൂട്ടി വെച്ച് പറഞ്ഞ് പാട്ട് പാടാൻ പറഞ്ഞു. കിണറേ പൊങ്ങി വാ, കിണറേ പൊങ്ങി എന്ന് പറഞ്ഞ വെള്ളം പോയി. ഇവർ ഒന്നിച്ച് നിന്ന് ഏകാത്മാവ് നിറഞ്ഞ് പാടി. ഒന്നിച്ച് പാടിയപ്പോൾ വെള്ളം പൊങ്ങി വന്നു. നിങ്ങൾ ഏകസ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഏക മനസ്സുള്ളവരായി ഒന്നിച്ച് പാടിയാൽ വെള്ളം പൊങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവർ ഒന്നിച്ച് ചേർന്ന് കിണറ്റിൻകര നിന്ന് പാട്ട് പാടിയപ്പോൾ വെള്ളം പൊങ്ങി വന്നു. ആ വെള്ളം ഇവർ കുടിച്ചു. ഈ വെള്ളം കുടിച്ചപ്പോൾ ക്ഷീണം മാറി കാട്ടുപോത്തിന് തുല്യ ബലം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കാട്ടുപോത്തിന് തുല്യ ബലമുള്ള യാക്കോബിന് ആഭിചാരം പറ്റത്തില്ല എന്ന് പറഞ്ഞ പരിശുദ്ധാൽ നിറവിൽ അന്യഭാഷ പറഞ്ഞ് അയൽമ നിറവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരാഭിചാരോ പറ്റത്തില്ല. ത്തിൽ 3-ാമനാകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷാ ഭാഷണത്തോടെ എന്റെ ഭാഷ പറഞ്ഞ് നൃത്തം ചെയ്ത് അവൻ സകലതും മറന്ന് അവൻ ആത്മാവിൽ ബലപ്പെട്ട് പരിശുദ്ധാത്മ നിറവിൽ അവൻ വചനത്തിന്റെ വ്യവസ്ഥയിൽ ആത്മ നിറവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരു ആഭിചാരവും പറ്റുകയില്ല. ഒരു ലക്ഷണവിദ്യ ഫലിക്കത്തില്ല. നീ ആത്മാവിൽ ബലപ്പെട്ടാൽ അവൻ സകല കെട്ടും ആഭിചാരത്തിന്റെ ശക്തികൾ അടിയും, മന്ത്രവാദത്തിന്റെ ശക്തികൾ അടിയും, ശുദ്ര പ്രയോഗങ്ങൾ അടിഞ്ഞുമാറും. നിന്റെ കുടുംബത്തിനെതിരെ, നന്മയ്ക്കെതിരെ, നിനക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, ദൈവമക്കൾക്കെതിരെ വെല്ലുവിളിക്കുന്ന സകല പോരുകൾ ആത്മാവിൽ ആരാധിക്കുന്ന, ആത്മബലത്തിൽ ആരാധിക്കുന്ന, പരിശുദ്ധാത്മാവിൽ നിറയുന്ന ദൈവത്തിന്റെ പൈതല് ഒരു ആഭിചാരം നിനക്ക് പറ്റത്തില്ല. അർമതി വൈഡാരാജ വൈഡപ്രവന അടകട്ടി മടകട്ടി നടകട്ടി നൂടിക ധീര രഹസ്യ തുലേ തലേ ദിവിക്കവരവടവല ധീരവടവല വച്ചസി. യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തി, നമ്മുടെ പോരിന്റെ ആയുധ ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തി ഒടുവിൽ കർത്താവിലും ആമിതബലത്തിലും ശക്തിപ്പെട്ട് ഈ ഷാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാ. അംശജാല വൈഡപരപടബലവ ദിരിപികപരപടബല അടയാ മനയാ ഉടയാ രഗത എല്ലാ പോരുകൾ അറിയട്ടെ. പ്രാണനെതിരെ, നന്മയ്ക്കെതിരെ, ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ, ശുശ്രൂഷകൾക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന അന്ധകാരത്തിന്റെ പോരുകൾ ഇന്ന് രാത്രി അടിയട്ടെ. നന്ദി കർത്താവേ, നന്ദി 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 നന്ദി.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെ പ്രാണനെതിരെ, ആയുഷിനെതിരെ, ആത്മിക ശുശ്രൂഷകൾക്കെതിരെ, ആത്മമണ്ഡലങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ഈ അന്ധകാരത്തിന്റെ പോരുകൾ ഈ രാത്രി അഴിയട്ടെ. ഉടമന തലപടബലബലബടി ശൈതമാര അത്തരച്ച സൂടമ ശൈതൽ അടംതലെ രഗതുരി അർത്തെ വൈശേ രഗദേ ദിബി ദിബി ഇവരബടബലബടബല ദിരിബികബടബടബല വീരവച്ച സൈതൽ കമനബടബല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാ പോരുകൾ അടിയട്ടെ. ജാലയാ ശൈഡ രഗദ രഗദേ അടമന ദുരിബികബടബടബല ദലബടിബികബട വീരവച്ച സൈതൽ കമാന അന്തൽ വൈഡിബി കമ്പലബടബല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. ഇന്ന് പകലും വൈകിട്ടും ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. ബഹുമാന്യ കർത്തദാസനും കുടുംബത്തിനും മറ്റു ദൈവവൃത്തന്മാർക്കും എല്ലാം നന്ദി. കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാം. ഓർക്കുമ്പോൾ എളിയവനെയും കുടുംബത്തെയും വിശേഷിച്ച് ശുശ്രൂഷകളെയും സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.